ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്ന് നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷെഫ് പിള്ളയുടെ വളരെ പ്രിയപ്പെട്ട വളരെ ഫേമസായ എന്ത് ഡിഷാണ് നമ്മളിന്നിവിടെ ലൈവ് കുക്ക് ചെയ്യുന്നേ? നിർവാണ. നമ്മളിവിടെ ഇന്ന് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാൾ, അതും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഷെഫ്, ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ളൊരു ഷെഫ് നമുക്ക് വേണ്ടി ഒരു ലൈവ് കുക്കിംഗ് ചെയ്ത് നമുക്ക് അത് ലൈവായിട്ട് കഴിക്കാൻ തരുമ്പോഴുള്ള ഒരു ഫീല് എങ്ങനെ ഉണ്ടാവും? ഇതിനു മുമ്പ് ഫിഷ് നിർവാണ, ഷെഫിൻ്റെ ഫിഷ് നിർവാണ ടേസ്റ്റ് ചെയ്തവരൊന്ന് കൈവെക്കാവോ? അടിപൊളി. ഇന്ന് വീണ്ടും ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഗ്രേറ്റ് ഗ്രേറ്റ്. തീർച്ചയായിട്ടും കേരളത്തിൽ എവിടെ ചെന്നാലും യാത്ര ചെയ്യുമ്പോൾ കൊച്ചിയിൽ നിന്ന് വന്നെ അല്ലെങ്കിൽ കൊല്ലത്ത് നിന്ന് വന്നാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലരും ചോദിക്കും ഷെഫിൻ്റെ ഇത് കഴിച്ചിട്ടുണ്ടോ എന്ന്. അത് നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടല്ലേ? റൈറ്റ്. ഏതായാലും നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഷെഫ് ഉടനെ ഇവിടെ എത്തും. ഷെഫ് വരുന്നതിന് മുമ്പ് എനിക്ക് 2-3 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാനുണ്ട്. ഒന്ന്, നമുക്ക് ഷെഫിനോട് നിങ്ങൾക്ക് ഈ ഡിഷിനെ കുറിച്ചുള്ള എന്തൊരു സംശയവും ഏത് സംശയവും ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. കുക്കിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കണം. കുക്കിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ആ ഡിഷിനെ സംബന്ധിച്ചതോ ആയിട്ടുള്ള തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ചോദിക്കാനുള്ളൊരു അവസരം ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളത് മടി കൂടാതെ ചോദിക്കണം. ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യുന്ന ലൈവ് ഡിഷ് 100 പേർക്ക് ലൈവായിട്ട് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. ഷെഫിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് നമുക്കെല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. ഈ ഡിഷ് ഉണ്ടാക്കുന്നത് നേരിട്ട് കണ്ടു പഠിക്കാൻ, സാധാരണ കുക്കറി ഷോയിലൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ ക്രിസ്പിനെസ് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. ഇതങ്ങനെയൊന്നുമില്ല, എല്ലാം ഫുൾ ലൈവാണ്. ലൈവായിട്ട് നമുക്കത് പഠിക്കാനും ടേസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇതിനിടയ്ക്ക് 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഒരു മൈക്ക് ക്രൗഡിന് കൊടുക്കാൻ പറ്റുമോ? ഒരു മൈക്ക് കൊടുക്കാവോ ആരെങ്കിലും ക്രൗഡിലേക്ക്? നമുക്ക് ഷെഫ് വരുന്നവരെ നമുക്ക് ഈ ഭക്ഷണ വിശേഷങ്ങൾ സംസാരിച്ചിരിക്കാം. ഞാൻ വിചാരിക്കുകയാണ്, നമ്മൾ ഭക്ഷണം ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. ഞാനും, എന്നെ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും, ഞാനും ഇഷ്ടപ്പെടുന്ന ആളാണ്. പണ്ട് കേരളത്തെ 3 തരംതിരിച്ചതെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. തീരപ്രദേശം, ഇടനാട്, മലനാട്, അങ്ങനെ 3. അപ്പോൾ കേരളത്തിൻ്റെ ആ ഒരു ഫുഡ് കൾച്ചർ നോക്കിയാലും അങ്ങനെ ഉള്ളൊരു കൾച്ചറാണ് കേരളത്തിൽ. അങ്ങോട്ട് തെക്ക് തിരുവനന്തപുരം മുതൽ അല്ലെങ്കിൽ പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് അങ്ങേറ്റം വരെ പരശുരാമൻ്റെ മഴു പറന്നുപോയ സ്ഥലത്ത് മുഴുവനുമുള്ള ഭക്ഷണ വിശേഷങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ട് തന്നെ മലയാളത്തിന് ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട്. ഭക്ഷണത്തെക്കുറിച്ചിട്ടുള്ള ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട്. ശരിയല്ലേ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഉറക്കെ പറയണം ബ്രോ. എൻ്റെ അടുത്ത സുഹൃത്ത് അവിടെ നിൽപ്പുണ്ട്. ഞങ്ങളുടെ വെറുതെ അല്ല ഭാര്യ ഷോയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹം ഫാമിലി ഉണ്ട്, നിങ്ങളുടെ നാട്ടുകാരനാണ്. അപ്പം നമുക്ക് ഒരു ചെറിയ ഒരു ഗെയിം പോലെ, അല്ലെങ്കിൽ ഭക്ഷണ സംബന്ധമായിട്ടുള്ള പഴഞ്ചൊല്ല് അറിയാവുന്നവർ മൈക്ക്, വോളണ്ടിയറിൻ്റെ കയ്യിൽ മൈക്കുണ്ട്, കൈ പൊക്കിയാൽ മൈക്ക് തരും. മൈക്കിൽ ആ പഴഞ്ചൊല്ലൊന്ന് പറയണം. ഏറ്റവും കൂടുതൽ പഴഞ്ചൊല്ല് ആരാ പറയണേന്ന് നോക്കാം. എന്ത് പറയണോ? പറയാമോ? അത് ഓണായിരിക്കും. ഹലോ പറഞ്ഞു. പറഞ്ഞോളൂ. പയ്യ തിന്നാൽ പനയും തിന്നാം. പേരെന്തുവാ? അഭിലാഷ് പറയുന്നു പയ്യ തിന്നാ പനയും തിന്നാന്ന്. അഭിലാഷേ, പയ്യാണോ തിന്നാറ്? അല്ല, ഞാൻ ഭയങ്കര ഫാസ്റ്റാണ്. പക്ഷെ ഞാൻ പയ്യ തിന്നാറ് കണ്ടപ്പോഴേ തോന്നി. ഇനി വേറെ ആരോ ഉള്ളേ? പറയൂ. സ്വന്തം പേര് പറയണേ ആദ്യമേ. ഹലോ. പറഞ്ഞോളൂ. പേര് പ്രിയ. പറഞ്ഞോളൂ പ്രിയ. നെയ്യേറിയ അപ്പം കേടുവരുമോ? എന്തോന്നാ? നെയ്യേറിയാൽ അപ്പം കേടുവരുമോ? നെയ്യേറിയാൽ അപ്പം കേടുവരുമോ? ഓക്കെ, നെയ്യേറിയാൽ അപ്പം കേടുവരുമോ? ഞാനത് ആദ്യമായിട്ട് കേൾക്കണതാണ്, പക്ഷെ നല്ലതാ അല്ലേ? നെയ്യ് ഒരുപാട് ആയിക്കഴിഞ്ഞാൽ അപ്പം കേടുവരുമോന്ന് ഒരു നല്ല കൈയടി കൊടുക്കും. നിങ്ങൾ നല്ല പുതിയ അറിവല്ലേ ഇതൊക്കെ? നെയ്യേറിയാൽ അപ്പം കേടുവരുമോ? കേടുവരുമോ പ്രിയ?
വരില്ല. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം. ആ പേര് പറഞ്ഞിട്ട് പറയൂ. സുരേഷ്. സുരേഷ് ഏട്ടൻ പറഞ്ഞു എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാന്ന്. അത് നമുക്ക് പലർക്കും ഉള്ള ഒരു താക്കീതാണ്. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം. നെയ്യപ്പം നിന്നാൽ രണ്ടുണ്ട് കാര്യം. ഓക്കെ, ഇനി വേറെ ആരോ ഉള്ളേ? വേറെ പലരും ഇത് ഇവിടെ ഒരു മൈക്ക് കൊടുക്കും, അവിടെ ഒരു മൈക്ക് കൊടുക്കും. പേര് പറയണേ. ഗോപിക. ആ ഗോപിക പറയൂ. അന്ന വിചാരം മുന്ന വിചാരം. അന്ന വിചാരം മുന്ന, ഒരു നല്ല കൈയടി കൊടുത്തേ. അന്ന വിചാരം മുന്ന വിചാരം, പിന്നെ വിചാരം അപ്പം തിന്നാ പോരെ കുഴി എണ്ണണം. അന്ന വിചാരം മുന്ന വിചാരം പിന്നെ വിചാരം കാര്യ വിചാരം, പക്ഷേ അപ്പം നിന്നാ പോരെ കുഴി എണ്ണണം. അടിപൊളി, ഗ്രേറ്റ്. അപ്പം പേരൊന്നര പറഞ്ഞേ. ഗോപിയയ്ക്ക് ഒരു നല്ല കൈയടി കൊടുക്കും. ഒരെണ്ണം കൂടെ പറയാം. ആ പറയൂ. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്. അതെ, ഈ മറ്റേ മൈക്ക് ഉണ്ടല്ലോ, അടുത്ത് പിടിക്കണേ. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്. ഓക്കെ, താങ്ക് യു ഗോപിയ. ഒരു നല്ല കൈയ്യടി കൊടുക്കണേ ഗോപിയയ്ക്ക്. ഓക്കെ, ഇനി ആരോ ഉള്ളേ? അതെ, അവിടെ മൈക്ക് കൊടുക്കും. ഹലോ ഹലോ, എന്റെ പേര് ദേവി നന്ദന. ദേവി നന്ദന, സ്പീഡ് കുറച്ച് പറയാം, ഞങ്ങൾക്ക് ആർക്കും ഒരു ധൃതിയില്ല. ഭക്ഷണം നന്നായാൽ പാതി നന്നായി. ഭക്ഷണം നന്നായാൽ പാതി നന്നായി. ആ, ഭക്ഷണം നന്നായാൽ പാതി നന്നായി. ഒരെണ്ണം കൂടെ. ആ പറയൂ. എന്റെ പേര് വിജു, കോഴിക്കോട് നിന്നാണ്. ആ, ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട. ഞണ്ട് കറി ഉണ്ടെങ്കിൽ കണ്ട് കറി വേണ്ട. രണ്ട് കറി വേണ്ട. രണ്ട് കറി വേണ്ട. ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട. അടിപൊളി. എനിക്ക് ഒരുപാട് പുതിയ പഴഞ്ചൊല്ലുകൾ ഇവിടുന്ന് കിട്ടി. ഒരു നല്ല കൈയടി കൊടുക്കും നമ്മുടെ നല്ല. എനിക്ക് വേറെ ആരോളെ? ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയിൽ. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയിൽ. ഓക്കെ, നല്ല കൈയടി കൊടുക്കും. സുരേഷ് ഏട്ടൻ, അഭിലാഷ് ഏട്ടൻ നല്ല കൈയടി കൊടുക്കും. ഇനി അടുത്തത് വേറെ ആരാ? പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ പറയൂ. പേര് പറ. ഹലോ, സുകേശൻ. ചേട്ടാ മൈക്ക് അടുപ്പിച്ച് പിടിച്ചു പറ. സുകേശൻ. പേരനാ? സുകേശൻ. സുന്ദരേശൻ. സുകേശൻ. ഓക്കെ പറയൂ. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിയും. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും. നല്ല കൈയടി കൊടുക്ക് സുകേശൻ ചേട്ടൻ, നല്ല കൈയടി. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും. ആ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അടിപൊളി. ചേട്ടൻ്റെ പേരനാ? അനിൽകുമാർ. ചേട്ടനൊരു നല്ല കൈയടിക്കൊരു ഉഷാറില്ല കേട്ടോ. അതെന്നറിയോ, ഈ കൈയടിക്ക് ഉഷാറില്ലാത്തത് എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ നിർവാണയുടെ കുക്കിംഗ് കാണാനും ഷെഫിനെ കാണാനുമാണ്. ഷെഫ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ട് നല്ല ഉഷാറായിട്ട്. പേര് പറയൂ. ആശ. നാട് എവിടെയാ? നാട് ട്രിവാൻഡ്രം തന്നെ. പറയൂ. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തിന്ന് തിന്നണം. ചേരയെ തിന്നുന്ന നാട്ടിൽ തിന്നാൽ ചേരയുടെ നടുഭാഗവും തിന്നണം അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചേ? നല്ല കൈയടി കൊടുക്കും. പിന്നെ മാമ്പു കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുത്. എന്നാന്ന്? മാമ്പു കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുത്. മാമ്പു കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുത്. ഈ മൈക്ക് എപ്പോഴും പിടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുകയാണേ. മൈക്ക് ഇത് കണ്ടോ, അത് ഇങ്ങനെ പിടിക്കണം. എന്നാലേ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കേൾക്കില്ല. ഇങ്ങനെ പിടിച്ചാലേ ശരിക്കും കേൾക്കുള്ളൂ. ആ ശരി, താങ്ക് യു. നല്ലൊരു കൈയടി കൊടുക്കൂ. ഇനി അടുത്താരാ? കഴിഞ്ഞോ? അയ്യോ, ഇത്രയും പഴഞ്ചൊല്ലുള്ളൂ. ഞാൻ ഇനിയും വേറെ ഏതാണ്ട് ഒരു പഴഞ്ചൊല്ലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്നോട് ചോദിക്കരുത് കേട്ടോ, എൻ്റെ സ്റ്റോക്ക് ഇപ്പം തീർന്നു. കഴിഞ്ഞോ? ഇനി ആരും കൈ വെക്കുന്നില്ലേ? ആ കൊടുക്കൂ. മഞ്ഞക്കിളിയെ കണ്ടാൽ മധുരവും തിന്നാം. മഞ്ഞക്കിളിയെ കണ്ടാൽ മധുരവും തിന്നാം. അദ്ദേഹത്തിന് നല്ല കൈയുടെ. പേരൊന്നര പറഞ്ഞേ. അനിൽകുമാർ. ശരി, അനിൽകുമാർ. ഇനി വേറൊരു ടാസ്ക് പറയാണ്. എന്നാലും നമുക്ക് 2-3 മിനിറ്റോടെ സമയമുണ്ട്. ഞാൻ അടുത്തൊരു കുഞ്ഞു ടാസ്ക് എന്ന് പറഞ്ഞാൽ, പാട്ട് പാടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. പാട്ട് പാടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. പാട്ട് പാടുന്നവർ ആരും കൈ വെക്കുന്നില്ലേ? ട്യൂണൊന്നും വേണമെന്നില്ല. ഇതിപ്പോൾ റിയാലിറ്റി ഷോ ഒന്നുമല്ലല്ലോ, നമുക്ക് ഒരു രസം. ശരി, അപ്പം നമ്മുടെ ടാസ്ക് ഇതാണ്. ഈ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പാട്ടിൻ്റെ 2 വരി പാടുവോ പറയുകയോ ചെയ്താൽ മതി. സുരേഷ് ചേട്ടൻ കൈവക്കിയിട്ടുണ്ട്. മൈക്കോട്. ആ, അടുത്ത് പിടി. അയില പൊരിച്ചതുണ്ട്, കരിമീൻ കയ്യടി. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളി ഇട്ടു വച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. അടിപൊളി, ഗ്രേറ്റ്. നല്ല കൈയടി കൊടുക്കൂ. എന്തത്? ഇനി അടുത്ത പാട്ടാരാ? അഭിലാഷ് ചേട്ടൻ പാടുക. പാട്ട് പാടാൻ അറിയില്ല. അല്ല, ഞങ്ങൾ കൂടാന്നേ, ഞങ്ങളെല്ലാവരും കൂടും. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുങ്ങോ പിള്ളേര് മുങ്ങിയെടുത്തു, തട്ടാ പിള്ളേര് തട്ടിപ്പറിച്ചു. അടിപൊളി. ഒരു ഗ്രേറ്റ് കയ്യടി ചേട്ടൻ കൊടുത്തേ. അങ്ങനെ
നമ്മൾ വളരെ സന്തോഷമായിട്ട് നമ്മുടെ കുക്കറി ഷോയ്ക്ക് റെഡിയാണ് അല്ലേ? നമ്മളെല്ലാവരും നമ്മുടെ ഷെഫിൻ്റെ വരവ് നോക്കിയിരിക്കുവാണ്. ഷെഫ് ഏതാണ്ട് എത്തി. ഷെഫ് ഇപ്പോൾ ഇങ്ങോട്ട് കയറും. ഷെഫ് വരുമ്പോൾ നിങ്ങളെല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്ത് നമ്മുടെ ഷെഫിനെ ഇങ്ങോട്ട് റിസീവ് ചെയ്യണം. എന്നിട്ട് ഷെഫ് സംസാരിക്കും. പാട്ടുണ്ടോ? പാട്ടുണ്ട്. അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനിക്കായി. ഓക്കെ. പേര് സഫ്വാൻ കേട്ടോ. പേര് പറയാ. പേര് സഫ്വാൻ. സഫ്വാൻ. കാണുന്നുണ്ടോ? കാണുക. ഞാൻ ഇരിക്കാണ്. ഓക്കെ. കൺഗ്രാജുലേഷൻ സഫ്വാൻ. ഒരു നല്ല കൈഡി കൊടു. അടിപൊളി. ഗ്രേറ്റ്. അമ്മായി കൊച്ചമ്മായി. നന്നായിരുന്നില്ലേ? ഇനി നമുക്ക് നമ്മൾ സാധാരണ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഒന്ന് ഭക്ഷണം, പാചകവും വാചകവും അല്ലേ? അപ്പം നമ്മളിപ്പോൾ വാചകം അടിച്ച് ഇത്ര നേരം നമ്മൾ സമയം ചിലവഴിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഒരു ക്രൗഡ് കാരണം കേട്ടോ ഷെഫ് ഇങ്ങോട്ട് എത്തേണ്ട സമയം കഴിഞ്ഞു. ഓൾറെഡി ഇവിടെ തൊട്ടടുത്ത് എത്തിയെന്നാണ് എനിക്ക് കിട്ടിയ മെസ്സേജ്. ഷെഫ് എത്തി. അപ്പോൾ ഭക്ഷണ വിശേഷങ്ങളും പാചക വിശേഷങ്ങളുമായിട്ട് നമ്മുടെ പ്രിയങ്കരനായ ഷെഫ് പിള്ള നമുക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് നിങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടെ ഭക്ഷണത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളും പാചകത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും സംശയങ്ങളൊക്കെ ചോദിക്കണം. ഒരു മടിയും വിചാരിക്കരുത്. നിങ്ങൾക്കൊക്കെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. മൈക്ക് നമ്മുടെ വോളണ്ടിയേഴ്സ് അവിടെ തരും. അങ്ങനെ നമുക്ക് നമ്മുടെ ഈ മനോഹരമായ സായാഹ്നം അതിമനോഹരമാക്കി നല്ല ഭക്ഷണവും കഴിച്ച് ഒരു പാട്ടും പാടി പിരിയും. വേണ്ടേ? സന്തോഷമല്ലേ? ഒന്ന് ഉഷാറായിട്ട് കൈയടിച്ച്. ഷെഫിങ് വരുമ്പോഴത്തേക്കും ഒരു എനർജി പോരാട്ടോ. എനിക്ക് തോന്നണേ നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു ഒരു എനർജിക്ക്. അപ്പോൾ എന്നോടൊന്നും ചോദിക്കാനില്ലേ നിങ്ങൾക്ക്? സാധാരണ ഞാൻ എവിടെ ചെന്നാലും എന്നോട് ക്രൗഡ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ എത്ര കിലോ ഉണ്ടെന്ന്. ഇന്ന് ആരും ചോദിച്ചില്ല. സന്തോഷമുണ്ട്. ആരും ചോദിക്കണ്ട. ആരോ എന്തോ പറയുന്നുണ്ട്, കേട്ടില്ല. അയ്യോ, ഞാൻ കേസൊന്നും കൊടുക്കില്ല. എനിക്കതൊരു പ്രശ്നമേ അല്ല. പണ്ടെന്നെ ജനങ്ങൾ തടിയാന്ന് വിളിച്ചതായിരുന്നു എൻ്റെ പ്രചോദനം. എൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ തടിയ എന്നുള്ള മൂവിയിലാണ് ഞാൻ ആദ്യം അഭിനയിച്ചത്. എൻ്റെ സ്വന്തം പേരിൽ നാട്ടുകാരെന്നെ വിളിച്ച തടിയ എന്നുള്ള പേരിൽ ഒരു സിനിമാ നടനാവാൻ, സിനിമാ ഫീൽഡിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ കഴിഞ്ഞ ഭാഗ്യവാനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമല്ല. ഞാൻ കൊടുത്താലേ അത് കേസാവണുള്ളൂ. സോ ഞാനത് വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുള്ളൂ. ഞാൻ നമ്മുടെ ഷെഫിൻ്റെ നമുക്ക് 2 പാട്ടോടെ പാടാൻ നേരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അപ്പോൾ ഇനി ആരാ പാട്ട്? അയ്യോ, കുറേ പാട്ടുകളുണ്ടല്ലോ. എനിക്കിപ്പം ഈ ഭക്ഷണവിശേഷമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ അറിയാവുന്നവർ വേറെ ആരും ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരുമില്ലേ? ഇനി ഞാൻ തന്നെ പാടേണ്ടി വരുമോ? പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളി കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്, കുഞ്ഞോളി കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. പോരാട്ടോ, കയ്യടി പോ. നമ്മൾ വളരെ സന്തോഷമായിട്ട്, മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ ഭക്ഷണത്തിന് കൂടുതൽ ടേസ്റ്റ് തോന്നുള്ളൂ. പിന്നെ ഈ ഷെഫുമാർക്കൊക്കെ വേറൊരു അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പ് കൂടുന്തോറും, കാത്തിരിപ്പ് കൂടുന്തോറും എന്ത് കൂടും? ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കൂടും. ശരിയല്ലേ? ശരിയാണോ? അതെങ്ങനെയാണ് ശരിയാണ്? കുറച്ച് കഴിയുമ്പോൾ വിശപ്പ് കെട്ടുപോവില്ലേ? കൂടുതൽ. ശരി, ഇനി നിങ്ങൾക്ക് അടുത്തൊരു ടാസ്ക്. ഇനി പാട്ട് ഇനി ആരും പറയാത്തതുകൊണ്ട് അടുത്തൊരു ടാസ്ക്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെജാണോ നോൺ വെജാണോ? കേൾക്കാൻ മേല. എല്ലാവരും ഇഷ്ടപ്പെടുന്നത് നോൺ വെജാണ്. ഏറ്റവും ഇഷ്ടമുള്ളത് മീറ്റാണോ എഗ്ഗാണോ സീ ഫുഡാണോ? മീറ്റാണോ? മീറ്റും സീ ഫുഡും. ഓക്കെ, അടിപൊളി. അപ്പോൾ നിങ്ങൾ അതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ഉലകത്തിൽ കണ്ടിട്ടുള്ള ഏതൊരു സംശയവും ചോദിക്കാൻ റെഡി ആയിട്ടിരുന്നു. കാരണം നമ്മുടെ ഷെഫ് ബേസിക്കലി ഒരു ബ്രിട്ടീഷ് സിറ്റിസനാണെന്നുള്ളവർ നിങ്ങൾക്കറിയാമോ? ഈസ് എ മലയാളിയാണ്, പക്ഷേ അദ്ദേഹം 2005 മുതൽ ബ്രിട്ടീഷ് സിറ്റിസനാണ്. അദ്ദേഹം ദീർഘകാലം ഗ്ലോബൽ എക്സ്പീരിയൻസ് ഉള്ള വളരെ സീനിയറായിട്ടുള്ള ഷെഫാണ്.
സോ നമുക്ക് എല്ലാവർക്കും സംശയങ്ങളൊക്കെ ചോദിക്കണ്ടേ? ചോദിക്കണം, തീർച്ചയായിട്ടും ചോദിക്കണം. ഷെഫിൻ്റെ കൈപ്പുണ്യം നമുക്ക് നേരിട്ടറിയാനുള്ള ഈ ഒരു അവസരമാണ്. നമുക്കത് വളരെ സന്തോഷത്തോടുകൂടി, വളരെ പ്രതീക്ഷയോടുകൂടി, ഞാനും നിങ്ങളെപ്പോലെ തന്നെ കാത്തിരിക്കുക. കൊതി പിടിച്ചിട്ട് നിൽക്കണില്ല. എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നിട്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അതാണ് ഈ കുക്കറി ഷോ ആങ്കർ ചെയ്യുമ്പോഴൊരു കുഴപ്പം. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ എല്ലാ വാസനയും ഇതൊക്കെ ഒന്ന് എല്ലാവരും, പിന്നെ നമ്മളിങ്ങനെ ഓരോ പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് നമ്മൾ ഇതിനെ സമീപിക്കുന്നത്. ഞാൻ ഭക്ഷണത്തെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പ്രൊഫഷനിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് എന്തായാലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. എന്നെ നിങ്ങൾ വീണ്ടും പാട്ട് പാടിക്കുമോ? ഞാൻ എൻ്റെ ആദ്യത്തെ പടം ഡാ തടിയായി ഇറങ്ങുന്നത് 2012-ലാണ്. അതിനുശേഷം ഞാനിപ്പോൾ 29 പടം ഓൾറെഡി കഴിഞ്ഞു. ഇതിപ്പോൾ 30ാമത്തെ പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടിയൻ ചന്തു എന്നാണ് പടത്തിൻ്റെ പേര്. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് നായകൻ. ഞാൻ അതിൻ്റെ അകത്തൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഞാൻ റിംഗ് മാസ്റ്ററിലുണ്ടായിരുന്നു. എൻ്റെ പോപ്പുലറായിട്ടുള്ള പടങ്ങളാണ് ഒന്ന് റിംഗ് മാസ്റ്റർ, പിന്നെ 3 ഡോട്ട്സ്, ഷെർലക് ടോംസ്, ചിൽഡ്രൻസ് പാർക്ക്. ചിൽഡ്രൻസ് പാർക്കിലെ ഞാനും നോബിയുടെയും ഉള്ളൊരു സീനൊക്കെ ഭയങ്കര പോപ്പുലറാണ്. അങ്ങനെ കുറേ പടം ദൈവാനുഗ്രഹിച്ച് 29 പടം ചെയ്യാൻ പറ്റി. ഇനിയും ആഗ്രഹം ധാരാളം ചെയ്യണമെന്നാണ്. പിന്നെ വേറൊരു വിശേഷം പറയാനുള്ളത്, ഈ സിനിമ നടനാകുമ്പോൾ വേറൊരു ഗുണം കൂടെ ഉണ്ട്. സിനിമയിലെ പ്രൊഡക്ഷൻ ഫുഡ് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ കഴിക്കാനുള്ള അവസരം കിട്ടും. അപ്പോൾ നമ്മുടെ ലാലേട്ടനൊക്കെ വന്ന സെറ്റിലാണെങ്കിൽ ഉണ്ടല്ലോ ഒരു രക്ഷയുണ്ടാവില്ല. ഒരുപാട് ടൈപ്പ് വെറൈറ്റി ഫുഡുകൾ നമുക്ക് കഴിക്കാൻ കിട്ടും, ടേസ്റ്റ് ചെയ്യാൻ കിട്ടും. പിന്നെ അവർ ചിലപ്പോൾ ചില സ്പോട്ടിൽ അവിടുത്തെ ഷെഫുമാർ ചില മിക്സിങ് നടത്തി ചിലപ്പോൾ തരും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ അവർ വേറൊരു സാധനം ആ സ്പോട്ടിൽ ഉണ്ടാക്കി തരും. അങ്ങനത്തെ ലൈവായിട്ടുള്ള പല സാഹസങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാം, ചിലപ്പോൾ അബദ്ധവും പറ്റും. സാറിന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ? എൻ്റെ ഫേവറേറ്റ് ഫുഡ് ബീഫായിരുന്നു. പക്ഷേ അതിലും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലുള്ള, നിങ്ങൾ കളിയാക്കും എന്നെ, ഞാനൊരു തനി നാട്ടിൻപുറത്തുകാരനാണ്. അപ്പോൾ എൻ്റെ സംസാരത്തിലും രീതിയിലൊക്കെ ഒരു നാട്ടിൻപുറത്തിൻ്റെ ചൊവ്വയാണുള്ളത്. കളിയാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ചക്കക്കുരു മാങ്ങയാണ്. അതൊന്ന് ചക്കക്കുരു മാങ്ങയും കുറച്ച് ചെമ്മീനൊക്കെ ഇട്ടിട്ട് അതൊന്ന് തണുത്തിട്ട് ഒന്ന് പതുക്കെ വളിക്കാൻ അങ്ങ് തുടങ്ങുമ്പോൾ ഒരു 5-6 കാന്താരി മുളക് അങ്ങ് ഞെരടിയിട്ടുണ്ടല്ലോ, ഓഹ് വൈഫിന്റെ ഫേവറേറ്റ്. എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം. കാരണം ഞാൻ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അതെങ്ങനെ തട്ടുന്നു എന്നറിയാം. ഞാൻ ചെയ്യണത് നിങ്ങളുടെ തൊണ്ടയിലേക്ക് നോക്കിയാൽ മതി. എനിക്കറിയാം ആരൊക്കെ വെള്ളം ഇറക്കണം, നമ്മൾ പോലും അറിയണ്ട. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. നമ്മൾ ഭക്ഷണ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ തനിയെ വെള്ളം ഇറക്കും, നമ്മൾ ചുണ്ട് നനയ്ക്കും. ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഭക്ഷണം അത്ര രസമാണ്. അപ്പം നിങ്ങളുടെ എനിക്ക് പിന്നെ വേറെ ഒരു സാധനം, ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഒരു നല്ല ഫുഡ് ആരെങ്കിലും നിങ്ങൾ ആരായാലും, ഞാൻ ഇവിടുന്ന് പോണതിന് മുമ്പ് ചേട്ടാ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ തന്നാൽ ഞാൻ വന്നോളാം, കഴിച്ചോളാം, ഒരു മടിയില്ല. ഞാൻ പലപ്പോഴും ട്രൈ ചെയ്യണേ ഫിഷ് നിർവ്വാണയാണ്, അതിന്റെ ഒറിജിനാലിറ്റി കാണാൻ വേണ്ടിയാണ് വന്നത്. തീർച്ചയായിട്ടും ഞാനും ഷെഫിൻ്റെ ഷോയിൽ ഞാൻ ടെലിവിഷനിലൂടെ കണ്ടിട്ടാണോ ഉള്ളത്. എനിക്ക് നേരിട്ട് ലൈവായിട്ട് കാണുന്ന ആദ്യമാണ്. ഞാനും വളരെ എക്സൈറ്റഡാണ്. കാരണം ഒന്ന്, അദ്ദേഹത്തിനെ പോലെയുള്ള ഈ സീനിയർ ഷെഫുമാരുടെ അടുത്ത് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടോ. 2, അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. നമ്മളിപ്പോൾ തിയറി എക്സ്പീരിയൻസിൻ്റെ അപ്പുറമായിരിക്കും ലൈഫ് എക്സ്പീരിയൻസ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഭയങ്കര ലെസണായിരിക്കും ഈ ഒരു ക്ലാസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ കൊച്ചിയിൽ നിന്ന് ഇവിടം വരെയും ഈ വണ്ണമൊക്കെ വെച്ച് വന്ന് നിൽക്കണേ. അപ്പോൾ നിങ്ങളെല്ലാവരും കൈയടിക്കാൻ റെഡിയാണോ? ഞാൻ പറഞ്ഞിട്ട് കൈയടിക്കാവുള്ളൂ. ഷെഫ് ഇങ്ങോട്ട് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് ഷെഫിനൊരു സർപ്രൈസ് എൻട്രി കൊടുക്കാം. ഞാൻ പറയും ഷെഫിൻ്റെ വണ്ടി ഒന്നുകൊണ്ട് വന്നേ, നിങ്ങളെല്ലാവരും നല്ല താളത്തിൽ കൈയടിക്കണം കേട്ടോ. ഉറപ്പല്ലേ? ഉഷാറല്ലേ? ഞാൻ പറയാം. ഷെഫിൻ്റെ വണ്ടി, ഷെഫ് ഇപ്പോൾ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ട് എല്ലാവരും കൈയടിക്കണം. നമ്മുടെ പ്രിയങ്കരനായ ഷെഫ് പിള്ള നമ്മുടെ വേദിയിലേക്ക് അടുത്തിരിക്കുന്നു. ഷെഫിൻ്റെ വണ്ടി തൊട്ടടുത്തെത്തി. എല്ലാവരും വളരെ ഹാർദവമായി നല്ലൊരു കയ്യടിയോടുകൂടി നമ്മുടെ പ്രിയങ്കരനായ ഷെഫിനെ സ്വീകരിക്കണം.
എല്ലാവരും നല്ലൊരു കൈയടി നമ്മുടെ പ്രിയങ്കരനായ ഷെഫിന് കൊടുക്കണം. നമ്മുടെ പ്രിയങ്കരനായ ഷെഫ് പിള്ള വേദിയിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. നല്ല ഉഷാറായ കൈയടി കൊടുക്കൂ പ്ലീസ്. വെൽക്കം ഷെഫ്. ഞാൻ നമ്മൾ സി കേരളത്തിൽ ഒരുമിച്ച് ഷോ ചെയ്യേണ്ടത് അറിഞ്ഞു. സർജറി ഓക്കെ. അപ്പൊ നമ്മുടെ ഷെഫ് വന്നിട്ട് നിങ്ങൾക്കൊരു ജീവനില്ലല്ലോ, ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞേ. വളരെ ആർപ്പ് വിളികളോടെ നമ്മൾ ഷെഫിനൊരു ജീവൻ കൊടുക്കണ്ടേ? വെടിക്കെട്ട് ഫുഡ് നമുക്ക് ഉണ്ടാക്കാൻ പോവല്ലേ? അപ്പോൾ ചോദ്യങ്ങളെല്ലാം റെഡിയാണല്ലോ? ഷെഫിനോട് സംശയങ്ങൾ ചോദിക്കാനുള്ളതൊക്കെ എല്ലാവരും റെഡിയല്ലേ? ഷെഫിൻ്റെ ടീമെല്ലാം ഇവിടെ റെഡിയാണ്. ഞങ്ങളൊക്കെ ഇവിടെ കുറേ നേരമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഷെഫ് വരാൻ. കൊതി പിടിച്ചിട്ട് നിൽക്കണില്ലല്ലേ? അതിലെ അപ്പുറകിൽ നിൽക്കുന്നവരെ വണ്ടി കടന്നു പോകത്തക്ക രീതിയിലൊരു ഗ്യാപ്പ് എനിക്ക് ഒന്നിനെ കാണാൻ ഉള്ളൊരു അതൊന്നും അവനവൻ തന്നെ ആലോചിച്ച് വേണ്ടത് ചെയ്താൽ നന്നായിരിക്കും. ഈ ക്രൗഡ് വന്നാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ നമ്മൾ നിൽക്കുന്നവർക്ക് ഇങ്ങോട്ടൊന്നും ചാടരുതിട്ട് ആരും, താഴത്തേക്ക് വീഴല്ലേ, സൂക്ഷിച്ച് നിൽക്കണം. മോനെ, നിന്റെ പേരെന്നാ? കിച്ചൻ ഇഷാൻ. ഓ റൈറ്റ്. ഒരു ഭക്ഷണവിശേഷങ്ങൾ കേൾക്കാനും പഠിക്കാനും കൊച്ചുകുട്ടികൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഷെഫിന് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഗിഫ്റ്റ് വല്ലതും ഉണ്ടോ? അല്ലേ? ഭക്ഷണത്തെക്കുറിച്ചുള്ള പാട്ട് ആദ്യം ഷെഫ് വന്നു. നമ്മുടെ പ്രിയങ്കരനായ ഷെഫിലെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ഷെഫ് പ്ലീസ്. നമസ്കാരം. ഭയങ്കര സന്തോഷം തിരുവനന്തപുരത്ത് ഇങ്ങനൊരു ഇത്രയും ആളുകളുടെ ലൈവായിട്ട് വന്ന് കാണാനും നിങ്ങളുമായിട്ട് സംസാരിക്കാനും പറ്റുന്നതിലും പിന്നെ ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇന്നലെ ഡ്രൈവ് ചെയ്ത് ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത്ര ആൾക്കാരെ കാണുന്നതിന് സന്തോഷം. താങ്ക് യു. അപ്പം നമ്മുടെ ഷെഫ് നമ്മളെ കാണാൻ ഇത്ര ദൂരം യാത്ര ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഇവിടം വരെ വന്നിട്ട് നിങ്ങളുടെ മുഖത്തെ സന്തോഷമാണ് ഇനി നമുക്ക് കാണേണ്ടത്. നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷസ് ഷെഫെ ഫിഷ് നിർമ്മാണിയാന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. നമുക്ക് ഞാനപ്പോൾ ഇവരോട് പറഞ്ഞേക്കണേ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ടെങ്കിൽ ഷെഫിനോട് ചോദിക്കണം. തീർച്ചയായിട്ടും ഷെഫ് പറയുന്നതാണ് ഞാൻ പറഞ്ഞേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം, എന്ത് വേണമെങ്കിലും ലൈവായിട്ട് നമുക്ക് തന്നെ മറുപടി ആയിട്ട് പറഞ്ഞത് കുക്കിംഗ് ചെയ്യാം. ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റ്മെന്റിലാണ്. കാരണം ഞങ്ങൾക്ക് വളരെ ലൈവായിട്ട് കുക്കിംഗ് കാണാനും ഡയറക്റ്റ് കഴിക്കാനൊക്കെ കിട്ടുന്ന ഒരു അവസരം അല്ലേ? ഒന്ന് കൈയടിച്ചേ. അപ്പം ഷെഫ് ഇതിന്റെ എങ്ങനെയാണെന്നുള്ളതൊന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷാണ്. വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞ ഈ ലോക്ക്ഡൗൺ സമയത്താണ് ഇത് ഒരുപാട് ആളുകൾ ട്രൈ ചെയ്ത് എല്ലാവർക്കും അറിയാൻ പറ്റിയത്. അപ്പോൾ ഇത് വീടുകളിലൊക്കെ എല്ലാവരുടെയും വീടുകളിലുണ്ടാകുന്ന സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ആർക്കും ഉണ്ടാക്കാം. ഏത് തരം മത്സ്യം വെച്ചും കൂടുതലായിട്ട് ആളുകൾ ഇഷ്ടപ്പെട്ടത് നെയ്മീനാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മത്തി വെച്ചോ അല്ലെ കരിമീൻ വെച്ചോ എന്ത് സുലഭമായി കിട്ടുന്ന ഏത് മത്സ്യം വെച്ചും വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാകുന്ന 4-5 ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു വിഭവം. സാധാരണ ഒരു മത്സ്യം മീനൊക്കെ പൊരിക്കുന്ന പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും കറിവേപ്പിലയും നാരങ്ങ നീരൊക്കെ വെച്ച് ഒന്ന് മറിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഒരു 2 മിനിറ്റ് 2 സൈഡും ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ട് ഒരു അപ്പച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വാഴയില വെച്ച് ഈ ഫിഷ് വെച്ച് തേങ്ങയുടെ 1-ാം പാലൊഴിച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും കുരുമുളകും ചേർത്ത് പൊള്ളിച്ചെടുക്കുന്ന ഒരു പോർച്ചുഗീസുകാർ കൊണ്ടുവന്നൊരു ഡിഷ്. ഈവൻ കോട്ടയത്ത് പാല ആ സൈഡിലൊക്കെ ഉള്ളൊരു ഡിഷാണ്. അതായത് നമ്മൾ കുറച്ചുകൂടെ ഇന്നോവേറ്റ് ആക്കി ഒരു നിർമ്മാണം എന്ന നിലയിലെത്തുകയും ഇത് വളരെ പോപ്പുലറായിട്ട് പോയൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കുറച്ച് പേർക്ക് ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അവസരം കൂടാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് അതിനോടുള്ള ഉത്തരങ്ങൾ പറഞ്ഞു തന്നെ ഇത് കുക്ക് ചെയ്യാം. താങ്ക് യു ഷെഫെ, താങ്ക് യു. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നിർവ്വാണയുടെ പ്രിപ്പറേഷൻ കാണാം. ഷെഫ് അത് വളരെ ചുരുക്കി ഇപ്പോൾ രത്നചുരുക്കം പറഞ്ഞു. തുടങ്ങുമല്ലേ നമ്മൾ? ഈ ഡിഷ് എവിടെ? ഞാൻ ഇടയ്ക്ക് ചോദിക്കും, ഷെഫ് പറഞ്ഞ എവിടെ നിന്ന് വന്ന ഡിഷാന്ന് പറഞ്ഞത്? പോർച്ചുഗീസിൽ നിന്ന് വന്ന. ഏത് കേരളത്തിലെ ഏത് ഭാഗത്താണ് ഇത് കൂടുതൽ? കോട്ടയം പാല ഭാഗങ്ങളിലാണ്. തീർച്ചയായിട്ടും അടിപൊളി. അങ്ങനെ എല്ലാവരും നല്ല അഗ്രസീവായിട്ട് നിൽക്കണം. അപ്പോൾ നമ്മുടെ നിർവ്വാണയുടെ ആദ്യത്തെ സ്റ്റേജ് ആക്ച്വലി ഇതൊരു ലൈവ് കുക്കിംഗ് ആണ് ഷെഫേ. ഇതൊരു ലൈവ് കുക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ ഈ കുക്ക് ചെയ്യാനുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയായിരിക്കും വെച്ചിരിക്കുക.
ഒന്ന് അതിൻ്റെ വെസൽസ് എല്ലാം റെഡി ആയിരിക്കും, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിരിക്കും, അതിൻ്റെ ആ ഫൈനൽ പ്രിപ്പറേഷനുള്ള അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഷെഫിൻ്റെ ചാനലിലും ഗൂഗിളിലൊക്കെ ഇത് അവൈലബിളാണ്. എങ്കിൽ പോലും നമുക്ക് നേരിട്ട് വീണ്ടും അത് ഇപ്പം കേൾക്കാൻ പറ്റി. ഇനി വീണ്ടും അത് എലാബറേറ്റ് ചെയ്ത് ഷെഫ് പറയും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൈ പൊക്കിയാൽ നമ്മുടെ വോളണ്ടിയേഴ്സ് മൈക്ക് കൊണ്ടുതരും. അന്നേരം തീർച്ചയായിട്ടും നമുക്ക് അത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ആദ്യം തന്നെ നമ്മളൊരു ചട്ടിക്കകത്ത്, കാരണം ഈ ഒരു ലേശം എണ്ണ ഒഴിച്ചിട്ടാണ്, അപ്പച്ചട്ടിയിലായിട്ടാണെങ്കിൽ ഒരെണ്ണമായിട്ട് ഉണ്ടാക്കാം. ഒരുപാട് വീട്ടിൽ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു 4-5 പോർഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ ചട്ടി എടുക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഒരു ചെറിയ കരിമീനാണൊക്കെ ആണെങ്കിൽ അപ്പച്ചട്ടിയാണ് കൂടുതൽ ഉത്തമം. കൂടുതൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചട്ടി എടുക്കുക. അപ്പോൾ ചട്ടിക്കകത്ത് എണ്ണ ഒഴിക്കുന്ന ഇല കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലേശം ഇതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും വാഴയിലയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നമ്മളിങ്ങനെ വെക്കുന്നു. ലേശം കറിവേപ്പില ഇടുകയാണ്. അത് കഴിഞ്ഞ് ഈ അപ്പച്ചട്ടിയിലേക്ക് ഇങ്ങനെ ഇല വെക്കുന്നു. ഗ്രില്ല് ചെയ്ത ഫിഷ് ഇടുക. നേരത്തെ പറഞ്ഞ പോലെ ഈ ഫിഷ് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഗ്രില്ല് ചെയ്ത ഫിഷാണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഷെഫേ, ഞാൻ ഒരു ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ വാഴയില ചൂടായി വരുമ്പോൾ ആക്ച്വലി വാഴയില ഉള്ളത് ക്ലോറോഫിലാണ്. അതെ. അപ്പൊ അതിന്റെ ആ ഒരു ഫ്ലേവർ ശരിക്കും ഇതിനകത്ത് ആഡ് ചെയ്യപ്പെടും. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു കേരളത്തിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് വാട്ടിയ വാഴയിലയുടെ മണം കൊണ്ട് ഒരു പൊതിഞ്ഞ ചോറ് കഴിച്ച് എല്ലാ മലയാളികളുടെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ട് ഒരു ഫീലാണ്. അപ്പൊ ഇല വാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്ലേവർ അത് ആ ഭക്ഷണത്തിലേക്ക് ആഴ്ന്നിറങ്ങിയുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനകത്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫിഷ് ഗ്രില്ല് ചെയ്തു, ഈ ഇലയ്ക്കകത്ത് വെക്കുന്നു. ഇല ചെറിയ വെളിച്ചെണ്ണയ്ക്കോടൊപ്പം അതിനോടൊപ്പം തന്നെ വാടുന്ന ആ ഒരു ഫ്ലേവറാണ്. അതിൻ്റെ ഒരു ജ്യൂസ് എല്ലാം ഇതിനകത്ത് ഇറങ്ങുകയും ചെയ്തു. ആദ്യം തന്നെ നമുക്ക് കോക്കനട്ട് മിൽക്ക്, ഇതാവശ്യമുള്ള തേങ്ങാപ്പാൽ 1-ാം പാല് പിഴിഞ്ഞെടുക്കുകയാണ്. കട്ടിയുള്ള പാലാണ് ഏറ്റവും ഉത്തമം. ഇനി അതല്ല പിഴിയാൻ പാടുള്ളവർക്ക് കോക്കനട്ട് മിൽക്കിൻ്റെ പൗഡർ ഉപയോഗിച്ചും ഇത് ചെയ്യാം. കാരണം ഇത് പാലിൻ്റെ ഒരു അളവാണല്ലോ എൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിനകത്തേക്ക്. ചിരി അല്ലേ? നമ്മുടെ പ്രേക്ഷകര് കുറെ നേരമായി കാത്തിരിക്കുന്നു. അപ്പോൾ ഷെഫ് പറഞ്ഞ പോലെ ആദ്യം നമ്മൾ സെമി ഗ്രിൽഡ് ചെയ്ത ഫിഷ് ഇതിൻ്റെ അകത്തേക്ക് വെച്ചു. അതിനുശേഷം തേങ്ങാപ്പാൽ തൻപാൽ ഒഴിച്ചു. അതെ അതെ. ഇനിയുള്ളത് നമ്മൾ ഇതിൻ്റെ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരു മീൻകറി എന്ന നിലയിലുള്ള പുളിയല്ല, പൊടിയായിട്ട് അരിഞ്ഞ പച്ച മാങ്ങയാണ്. അതിനോടൊപ്പം തന്നെ പൊടിയായിട്ട് അരിഞ്ഞ തേങ്ങാ കൊത്താണ്, ഇഞ്ചി, പച്ചമുളക്, ലേശം കറിവേപ്പിനും കൂടെ അതിൻ്റെ മേലെ ഇടുന്നു. അതിൻ്റെ താഴെ നമ്മൾ ഇട്ടു. ആവശ്യത്തിനുള്ള കുരുമുളക് ഈ തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ഇട്ടത് അതിനോടൊപ്പം തന്നെ ഈ മീനിനകത്ത് ഓൾറെഡി നമ്മൾ മസാല തേച്ച് വെച്ചോണം, അതിനകത്ത് ഉപ്പുണ്ടാവും. പക്ഷേ ഈ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ സൈഡിൽ. അപ്പം നമ്മൾ എന്തൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടു? പച്ചമാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങ, പിന്നെന്തിട്ടു? ഉറക്കപ്പറ. ഇഞ്ചി, പിന്നെ കറിവേപ്പില, ഉപ്പ്, കുരുമുളക് പൊടി. ഓക്കെ, എല്ലാവരും ഓർത്തിരുന്നോണേ. ഞാൻ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ മാറി. അപ്പം അങ്ങനെ നമ്മുടെ ഡിഷിൻ്റെ പേരെന്താ? ഫിഷ് നിർവാണ. ഇത് എന്ത് മീനാ? ഷെഫേ നമുക്കിത് എന്ത് സീ ഫുഡ് കൊണ്ടും തീർച്ചയായിട്ടും പ്രോൺ വെച്ചുണ്ടാക്കുന്നുണ്ട്, അതേപോലെ ഞണ്ട് വെച്ചുണ്ടാക്കുന്നുണ്ട്, ഇവൻ ചിക്കൻ വെച്ചുണ്ടാക്കുന്നത് അവരുടെ ഇഷ്ടമാണ്. ഇതൊരു മെത്തേഡ് ഓഫ് കുക്കിംഗ് ആണ്. ഒരു ഡബിൾ ഹീറ്റ് പോലെ വാഴയിലക്കകത്ത് നമ്മുടെ ഒരു നാടൻ കുക്കിംഗ് ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീ ഫുഡ് ആവാം. ഇനി പച്ചക്കറി ഇഷ്ടപ്പെടുന്നവർക്ക് വഴുതനങ്ങ വെച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ പനീർ വെച്ചുണ്ടാക്കാം. ഇതേപോലെ മസാല തേച്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്തിട്ട് വഴുതനങ്ങയും വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഇട്ടിട്ട് വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് പനീറൊക്കെ ആയിട്ട് ഇതേ മെത്തേഡിൽ നമ്മുടെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ പലഹാരങ്ങളൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ ഒന്ന് കൈയടിക്കണേ. ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് കൈയടിക്കും. താങ്ക് യു. അപ്പോൾ നമ്മുടെ നിർവാണ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
അതങ്ങ് റെഡി ആവുന്നതിൻ്റെ ഷെഫ് ഇത് എത്ര സമയം ഏകദേശം? ഇതൊരു 7 മിനിറ്റ്സിനുള്ളിൽ കുക്കാവും. ആ കൈയഴിയോ എല്ലാവരും? കൈയഴിയോ? അടിപൊളി. അതിന്റെ ഇടയിൽ തന്നെ നൂൽ പൊറോട്ടയും കൂടെ റെഡിയാവുന്നതായിരിക്കും. നമ്മുടെ ഇതിന്റെ കൂടെ കഴിക്കാവുന്ന ബ്രെഡ് ഐറ്റത്തിൽ നൂൽ പൊറോട്ട നല്ലതാണ്. പിന്നെ അരി കൊണ്ടുള്ള എല്ലാ പലഹാരങ്ങളും, അപ്പം, ഇടിയപ്പം, അതുപോലെ പൊറോട്ട, എന്തിനോടെയും കഴിക്കാൻ പറ്റുന്നത്. അപ്പൊ അടിപൊളി, എന്ത് വേണമെങ്കിലും കഴിക്കാം. അരി കൊണ്ടുള്ള അപ്പോ, ഇടിയപ്പോ, നൂലപ്പോ, പാലപ്പോ, എന്ത് വേണമെങ്കിലും. അതുപോലെ നൂൽ പൊറോട്ട, ചപ്പാത്തി കഴിക്കാം. എല്ലാം അടിപൊളി. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വണ്ടർഫുൾ ഇൻഫർമേഷനാണ്. എന്തോന്ന്, ഏത് ബ്രെഡ് ഐറ്റത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ അവിടെ നോക്കി നിൽക്കൂ. അവിടെ നിങ്ങൾക്ക് സ്മെല്ല് കിട്ടുന്നുണ്ടോ? ശരിക്കും ഈ നളപാചകം എന്നാണ് പാചകത്തെക്കുറിച്ച് പറയുക അല്ലേ? എന്തുകൊണ്ടാണ് നളപാചകം എന്ന് പറയുന്നത്? സാധാരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യുന്നത് അമ്മമാരാണ്. പക്ഷേ പാചകത്തിൻ്റെ ഫുള്ള് ക്രെഡിറ്റ് പോയേക്കുന്നത് ആണുങ്ങൾക്കാണ് അല്ലേ? എന്തുകൊണ്ടാ? അതിന് എനിക്ക് തോന്നുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ, അമ്മമാർ വയ്ക്കുമ്പോൾ വീട്ടിലുള്ള കുറച്ച് കുടുംബാംഗങ്ങൾക്കായിരിക്കും വയ്ക്കുക. പക്ഷേ മെയിൽ ഷെഫുമാർ, ആണുങ്ങൾ വയ്ക്കുമ്പോൾ അത് എണ്ണ അങ്ങോട്ട് കൂടും. അതുകൊണ്ടായിരിക്കാം കൂടുതൽ ആളുകൾ ഇങ്ങനെ നളപാചകം എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഷെഫിനെ പോലെ നല്ല കൈപ്പുണ്യമുള്ള ആളുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു ഇല്ലേ? അപ്പോൾ നമ്മുടെ ഷെഫിൻ്റെ ഈ പാചകവിധി, ഫിഷ് നിർവ്വാണം, അത് ഞാൻ പിന്നെയും പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മകനെ പാചകം ചെയ്യാൻ പഠിപ്പിക്കും. അവൻ സ്വന്തമായിട്ട് പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. അതുപോലെ ഇതുപോലെയുള്ള ഷോയിൽ ഞാൻ ആ കൊച്ച് ഇഷാൻ അവനോട് വന്നിരിക്കണപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവൻ ഒരു ഡിഷ് പഠിക്കാൻ ഇത്ര ചെറുപ്പത്തിൽ ഒരു ആവേശം കാണിക്കുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുമ്പോൾ, ഷെഫെ നമുക്ക് ഒരുപാട് കുട്ടികൾ ഇവിടെ ഓഡിയൻസ് ആയിട്ട് വന്നിട്ടുണ്ട് ഷെഫിനെ കണ്ട് പഠിക്കാൻ. തീർച്ചയായിട്ടും ഈ ഒരു മേഖല കേരളത്തിൽ ഇപ്പോൾ ഒരു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെ ഒരു അവിടെ മൈക്ക് വേണം. ഒരു സംശയം ചോദിക്കാൻ വോളണ്ടിയേഴ്സ് ഒരു മൈക്ക് കൊടുക്കാം. അവിടെ നിങ്ങൾ കൈ പൊക്കി കാണിക്കണേ. അത് അടുത്തേക്കണോ? തരും, ചോദിച്ചോളൂ. ഹലോ, താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നളപാചകം എന്നുള്ളൊരു ചോദ്യം വന്നു. അതെ, വീട്ടിലെ 6 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര ശബ്ദം ബഹളം ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഒരു അമ്മ സഹോദരി ഭാര്യ ഭക്ഷണം ഉണ്ടാക്കുന്നത്. പക്ഷെ ഷെഫിനെ പോലുള്ളവരെ പാചകം ചെയ്യുന്ന ആൾക്കാർ 6000 പേർക്ക് ഉണ്ടാക്കുമ്പോൾ 6 പേര് മതി. ഒരു ബഹളവും ഇല്ല. അല്ല, അതിന്റെ മനസ്സിലായോ? അതിന്റെ വ്യത്യാസം മനസ്സിലായോ? അതിന്റെ ഒരു റീസൺ എന്തായിരിക്കും? അമ്മ എടാ മക്കളെ വിളിക്കും, അതിൻ്റെ ഇടയ്ക്ക് അമ്മ എല്ലാ കാര്യം ചെയ്യണം അല്ലേ? അമ്മ തന്നെ അരിയണം, അമ്മ തന്നെ കഴുകണം, അതിൻ്റെ ഇടയ്ക്ക് അമ്മ സാധനങ്ങൾ മേടിക്കാൻ പോകണം. അല്ല, ഞാൻ കുറ്റം പറഞ്ഞല്ല, 6000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ ചോദ്യം എന്താ, എന്തുകൊണ്ടാണ് നളപാചകം? ഷെഫ് പ്ലീസ്. ഷെഫ് മറുപടി പറയൂ. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിലൊരു ഈ ഒരു അടുത്ത കാലത്ത് എല്ലാവരും തിരിച്ചറിഞ്ഞൊരു സംഭവമാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഏറ്റവും നന്നായിട്ട് വരുന്നത് എന്താണ്? ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ടാണ് ഭക്ഷണം ഏറ്റവും നന്നായിട്ട് വരിക. അപ്പോൾ ആ ഒരു ക്ഷമ കൂടുതലുള്ളത് നമ്മളുടെ ആ ഒരു സ്ത്രീകൾക്ക് ഉണ്ടാവുകയും, പിന്നെ ഷെഫായിട്ട് വരുന്നത് ഒരു പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ട്രെയിൻഡ് ആയിട്ടുള്ളവർക്കൊരു ക്ഷമ ഉണ്ടാവുകയും, അവരുണ്ടാക്കുമ്പോൾ ആ ഒരു രീതിയിൽ അത്രയും പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കി വരികയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൽ നല്ല ഭക്ഷണം നമ്മുടെ അമ്മയാണ് അല്ലെങ്കിൽ ഭാര്യയാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ മുത്തശ്ശി ഉണ്ടാക്കിയതൊക്കെ പറയുന്നത് അവർ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ക്ഷമയോടുകൂടി അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ഏറ്റവും നല്ല മികച്ച കഴിക്കുന്ന ആൾ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന്, മകന്, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് ഈ അമ്മമാരുടെ ഭക്ഷണം ഇത്രയും വരികയും, അതേ ക്ഷമ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ട് ഒരു ഷെഫ് ചെയ്യുമ്പോൾ അത് 6000 പേരിലേക്ക് എത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ 2 പേർക്കും അതിൻ്റെ ഒരു ശരിക്കും ഷെഫ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പണ്ട് എന്നോടൊരാൾ വേറൊരു ഷെഫ് പറഞ്ഞൊരു കാര്യം ഓർക്കുവാണ്. ഷെഫ് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ് ഞാനത് ഓർത്തത്. ഈ നളപാചകം എന്ന് ഞാൻ പറഞ്ഞല്ലോ, നളനെ ഏറ്റവും ഇഷ്ടം ആരുടെ ഭക്ഷണമായിരിക്കും? നളന്റെ അമ്മയുടെ ഭക്ഷണമായിരിക്കും. അപ്പോൾ അതിനെന്തോ അമ്മമാരുടെ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ അമ്മമാരുടെ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്നേഹം ചാലിച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണം. അതാണ് ഇപ്പോൾ ഷെഫ് പറഞ്ഞത്. തീർച്ചയായിട്ടും ആ ഒരു സ്നേഹമാണ്
ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ്. മദർലി ലവ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ കിട്ടാവുന്ന ദ ബെസ്റ്റ്, ഏറ്റവും വലിയ പ്രൊഫഷനാണ് മദർ, ഏറ്റവും വലിയ സ്ഥാനമാണ് മദർ, അമ്മ എന്ന് പറയുന്നത്. അത് അക്രോസ് ഏത് രാജ്യം എടുത്താലും, ഏത് മതം എടുത്താലും, ഏത് സമൂഹം എടുത്താലും അത് തന്നെയാണ് ഏറ്റവും വലുത്. പക്ഷേ പണ്ട് നമ്മുടെ പഴമക്കാർ തന്നെ പറഞ്ഞ ഈ നളവാചകം, അതിന് എനിക്ക് തോന്നുന്നത് പണ്ടുണ്ടായിരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ളൊരു രാജാവിൻ്റെ ഒരു പാചകക്കാരൻ്റെ പേരായിരുന്നു നളൻ. അദ്ദേഹം വളരെ മിടുക്കായതുകൊണ്ട് അതൊരു ഉപമ പോലെ പറഞ്ഞ് വന്നു. ഇപ്പം നമ്മൾ ആര് നന്നായി പാചകം ചെയ്താലും നളപാചകം ചെയ്യാതെ പറയുള്ളൂ. ശരിയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ഷെഫിനോട് ചോദിക്കും. എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. ഉറക്കെ ചോദിക്കാമോ? എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഈ ഡിഷിലോട്ട് എങ്ങനെ എത്തി, ഈ പേരിലോട്ട് എങ്ങനെ എത്തി എന്നുള്ളതൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു വിഭവമാണ്. ഈ ഒരു ഡിഷ് പോർച്ചുഗീസുകാരുടെ തുടക്കം മുതൽ വന്നിട്ട് അവർ തേങ്ങാപ്പാൽ എരിവില്ലാത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരികയും ആ ഒരു രീതിയിലേക്ക് പാലൊഴിച്ച് പൊള്ളിക്കുന്ന ഒരു വിഭവമായിട്ടാണ് ഈ പാല, കോട്ടയം സൈഡിൽ വന്നത്. പക്ഷെ ആദ്യകാലത്ത് കരിമീൻ വെച്ച് ഈ ഭക്ഷണം തേങ്ങാപ്പാലിലൊഴിച്ച് വെറും ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് പൊള്ളിച്ച് അവർക്ക് ആ ഒരു സ്പൈസി ഇല്ലാത്ത രീതി ഫിഷിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടുന്ന ഡിഷ് വന്നതാണ്. പിന്നീട് അതിൽ നമ്മുടെ അടുത്തെത്തിയപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അതിനെ ഫ്ലേവർഫുൾ ആക്കാനായിട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ്, ഇഞ്ചിയും കുരുമുളകും അതുപോലെ മാങ്ങയൊക്കെ ചേരുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് വരുമെന്നുള്ള രീതിയിലേക്ക് എത്തുകയും ഇതൊരു ക്രിസ് ഗെയിൽ, ഞാനിവിടെ കൊല്ലത്ത് റാവീസിൽ വർക്ക് ചെയ്യുമായിരുന്നു. ആ ഒരു സമയത്താണ് ക്രിസ് ഗെയിൽ കേരളത്തിലെത്തുകയും അദ്ദേഹത്തിന് ഈ കരിമീൻ അഷ്ടമുടി കായലിൽ കൂടെ ഒരു 4 മണിക്കൂർ മൺട്രോ തുരുത്തിലേക്കുള്ളൊരു കായൽ സഞ്ചാരത്തിലൊരു ഹൗസ് ബോട്ടിലൊരു ജേണിയിൽ അവരുടെ കുടുംബത്തിന് ഈ കരിമീൻ ലൈവായിട്ട് ചീനവല എന്നൊക്കെ പിടിച്ചത് കിട്ടുകയും ആ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ ഒരു ടൈമിൽ 4-5 മണിക്കൂറിലുള്ള യാത്രയിൽ അദ്ദേഹം 4-5 കരിമീൻ ഇത് കഴിക്കുകയും, കാരണം അവരൊരു കരീബിയനിലുള്ളതാണ്, അപ്പോൾ അവിടുത്തെ തേങ്ങാപ്പാലും ബ്ലാക്ക് പെപ്പറൊക്കെ ആയിട്ടുള്ളൊരു ഡിഷ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ഡിഷ് പിന്നെ മെനുവിനകത്ത് അദ്ദേഹത്തിൻ്റെ പേരോട് കൂടി വരികയും പിന്നീട് അത് വളരെ പോപ്പുലറായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു ഡിഷ് വളരെ വ്യത്യസ്തമായത്. ഈ പേരിലോട്ട് എങ്ങനെയാണ് വന്നത്? പേരിൽ തീ കുറയ്ക്കണം. പറയാം. ഹലോ ഹലോ മാഷേ, ചേട്ടാ ഒരു സെക്കൻഡ്. ആ കൊച്ചു ചോദിച്ചതിന് ഷെഫ് മറുപടി പറയും. അത് കഴിഞ്ഞിട്ട് കാരണം ഇതിന്റെ പാചക വിധി തെറ്റരുതല്ലോ, അതാണ് ഷെഫ് ഇടയ്ക്ക് അതിൽ തിരക്കായി പോണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാം അതിനുള്ള ആൻസർ ഷെഫ് തരും. ആണോ? ഏതാ? അതോ? ഓഫ് ചെയ്തേരെ. ഓഫാണോ? ഇതോണാണോ അതോ? മോള് എവിടം വരെയുള്ള ഇൻഗ്രീഡിയന്റ് ചേർക്കണത് കണ്ടു? ആദ്യം പോലും പറയാം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഈ ഒരു ഫിഷ് ആദ്യം നമ്മളൊരു ഏതെങ്കിലും ഒരു മീനെടുത്ത് സാധാരണ ഒരു മലയാളി എങ്ങനെ മീൻ വീട്ടിൽ പൊരിക്കുന്ന പോലുള്ള മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, നാരങ്ങാനീര്, കുറച്ച് കറിവേപ്പിലേക്കിട്ട് വെള്ളം ചാലിച്ച് സാധാരണ മീൻ മറിനേറ്റ് ചെയ്ത പോലെ വെക്കുന്നു. എന്നിട്ട് ഈ ഫിഷ് നമ്മളവിടെ ബാക്കിലാണ് ഗ്രില്ല് ചെയ്തത്. ആ ഫിഷ് ഗ്രില്ല് ചെയ്ത് മാറ്റി വെച്ചു. ആ ഫിഷിനെ ഒരു ചട്ടിയിൽ, അപ്പച്ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു മൺചട്ടിയിലോ ഏതെങ്കിലും എണ്ണ ഒഴിച്ചിട്ട് വാഴയിലേക്കകത്ത് എണ്ണ പുരട്ടി ഈ മീൻ വെക്കുന്നു. അതിനുശേഷം കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉപ്പ്, കുരുമുളക്, അതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ മാങ്ങ, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, കറിവേപ്പില ഇടുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ആ പാലിനകത്തേക്ക് ഒഴിച്ച് ഫിഷ് കുക്കാവുന്ന സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഫിഷിൻ്റെ ഹെഡ്, കാരണം ഇതൊരു 7 മിനിറ്റ് കൊണ്ട് മാത്രം കുക്കാവുന്നതാണ്. അപ്പോൾ ഈ മീനിൻ്റെ ഇത്രയും നെയ്മീനൊക്കെ വരുമ്പോൾ ആ നെയ്മീൻ്റെ തല വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ടാക്കുന്നതാണ്. അതിപ്പോൾ വീടുകളിൽ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ മീനിൻ്റെ തലയെല്ലാം കൂടി ഇട്ട് വേവിച്ചെടുത്ത് അപ്പോൾ ആ മീനിൻ്റെ കറിയുടെ ഒരു ചാറ് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ടോപ്പിൽ ഒഴിക്കുന്നു. പിന്നീട് ലേശം വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ പുരട്ടിയിട്ടാണ് ഇതിനെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഇത് റെഡിയായി കഴിഞ്ഞ് ഓൾറെഡി വീണ്ടും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുരുമുളക് ചാരിച്ചെടുക്കണം. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ആ ഒരു സോസ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ഡബിൾ ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഇതാവും. ഫിഷ് ഓൾറെഡി കുക്കായി കഴിഞ്ഞു. ഇതാണ് ഫിഷ്. ഇല്ലില്ല, വെട്ടിത്തിളക്കണ്ട. ഇതൊരു സ്ലോ കുക്കിംഗ് ആണല്ലോ, ഡയറക്റ്റായിട്ട് കുക്ക് അല്ല. ആ ഇലയുടെ ഇടയിൽ കൂടെയുള്ള ചൂടിലൂടെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അത് ഇതിനകത്ത് ചെറുതായിട്ട് തിളച്ച് നമുക്ക് തന്നെ കാണാൻ പറ്റും. ഫിഷ് ഒരു പ്രത്യേകിച്ച് സീ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പഴയ കാലത്ത് ഓവർ കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരാൾക്കാരാണ്. ശരിക്കും വിദേശ രാജ്യങ്ങളൊക്കെ നമ്മൾ പോകുമ്പോഴാണ് മീനിൻ്റെയൊക്കെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് 3 മിനിറ്റ്, അല്ലെങ്കിൽ ചെമ്മീനൊക്കെ 1 മിനിറ്റ് മാത്രം കുക്ക് ചെയ്യുന്നു. മത്സ്യത്തിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കെപ്പോഴും ഗുണത്തേക്കാൾ ഉപരി രുചിക്ക് വേണ്ടിയിട്ട് അതിനെ ഓവർ കുക്ക് ചെയ്ത് അല്ലെങ്കിൽ മുരിച്ച് അല്ലെങ്കിൽ കുക്ക് ചെയ്ത് മീൻകറിക്കകത്ത്
ഇതിനൊക്കെ പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് മീൻകറി എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ കൊല്ലത്തേക്ക് മീൻകറി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചാറെല്ലാം ഒഴിച്ച് മീൻ ഇട്ടിട്ട് ചാറ് വറ്റുന്ന പരുവം വരിട്ട് മീൻ തിളപ്പിച്ച് അതിൻ്റെ ഗുണങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കഴിക്കുക. ഇപ്പോൾ ഫിഷ് ശരിക്കും ഇത് കുക്കാവാൻ ഇതുപോലെ നെയ്മീൻ അല്ലെങ്കിൽ ചൂര പോലെ മത്സ്യത്തിനൊക്കെ ഒരു 5 മിനിറ്റ് മാത്രം മതി. അല്ലെങ്കിൽ അതിലോലമായിട്ടുള്ള മത്സ്യമായിട്ടുള്ള നമ്മൾ ചാള അല്ലെങ്കിൽ അയല അല്ലെങ്കിൽ കായലിലെ മൃദുവായിട്ടുള്ള കരിമീനൊക്കെ പോലുള്ള മത്സ്യങ്ങളൊക്കെ ഒരു 3 മിനിറ്റ് കൊണ്ട് അത് വേവുകയും മീനിൻ്റെ അതിൻ്റെ ഒരു ജ്യൂസ് ഇറങ്ങുന്ന ഒരു പരുവത്തിലാണ് ആളുകൾ കഴിക്കാറ് വിദേശ രാജ്യം. അപ്പോൾ ആ ഫിഷിൻ്റെ കംപ്ലീറ്റ് ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും കേരളത്തിൽ അത് ഫ്രൈ ചെയ്തോ അല്ലെങ്കിൽ കറിയിലിട്ട് ചാറ് വറ്റുന്നവരെ വേവിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങൾ മാറ്റണം. അപ്പോൾ ഇതൊക്കെ ഒരു കൃത്യം 7 മിനിറ്റ് കൊണ്ടാവുകയും ആ മീനിൻ്റെ ജ്യൂസ് ഈ കറിയിലേക്ക് വരികയും അങ്ങനെ ഒരു സ്വാദ് കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സീ ഫുഡിൻ്റെ പ്രത്യേകിച്ച് കുക്കിങ്ങിൽ കേരളത്തിലെ എല്ലാവരുടെയും രുചിക്ക് ഭയങ്കരമായിട്ട് ലോകമുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ രുചിയെക്കുറിച്ച്. പക്ഷേ അവർ ആ സെയിം ടൈം നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മളതിനെ ഓവർ കുക്ക് ചെയ്ത് അധികം വേവിച്ച് അതിൻ്റെ ഗുണങ്ങളൊക്കെ നശിപ്പിച്ച്. ഇപ്പോൾ ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കറിക്ക് നല്ല ടേസ്റ്റാണ്. പക്ഷേ ചെമ്മീൻ റബ്ബർ പോലെ ആവുന്നത് എന്താണ്? അത് ഒരുപാട് നേരം പാകം ചെയ്തിട്ടാണ്. അപ്പോൾ ചെമ്മീൻ്റെ കറിക്ക് അപ്പോൾ പഴയ അമ്മമാരുടെ അടുത്തൊക്കെ നമ്മൾ ചോദിക്കും പറയും ആ കറിയിൽ സ്വാദ് ഇറങ്ങണമെങ്കിൽ ചെമ്മീൻ കുക്ക് ആയതുകൊണ്ടേ നന്നായിട്ട് വെന്താൽ മാത്രമല്ലേ ആ ചെമ്മീൻ്റെ സ്വാദ് വരും. അപ്പോൾ അതിനൊക്കെ ഒരു ഷെഫിൻ്റെ ഒരു പ്രൊഫഷണൽ വേയിൽ യൂറോപ്പിലൊക്കെയുള്ള ഷെഫുമാരുടെ ടെക്സ്ചർ പറഞ്ഞാൽ അവർ ആ ചെമ്മീൻ്റെ തല അല്ലെങ്കിൽ ഷെല്ലെല്ലാം എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കും. വേവിച്ച് ആ ചാറിന് പകരം ആ ഒരു വെള്ളമാണ് ഒഴിക്കുക. അപ്പോൾ ചെമ്മീൻ ലാസ്റ്റ് മിനിറ്റാണ് കുക്ക് ചെയ്യുക. അപ്പോൾ കറിയിലെ ചാറിന് ആ ചെമ്മീൻ്റെ സ്വാദ് കിട്ടാൻ വേണ്ടി സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി യൂസ് ചെയ്യും. ഇപ്പോൾ മീൻകറി നിങ്ങൾ വെക്കുന്നു, മീൻകറിക്കകത്ത് അത് ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ വേണ്ടാതെ ഈ മീനിൻ്റെ തല അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളെല്ലാം മഞ്ഞപ്പൊടി ഇട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ചാൽ ആ വെള്ളത്തിനകത്ത് മീനിൻ്റെ സ്വാദെല്ലാം വരും. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാൻ നേരത്ത് വെള്ളം ഒഴിക്കുന്നതിന് പകരം ഈ സ്റ്റോക്ക് ഉപയോഗിക്കണം. ഇപ്പോൾ നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് വീട്ടിൽ, അതിപ്പോൾ ചിക്കൻ്റെ വിങ്സ് ഉണ്ട് അല്ലെങ്കിൽ ചിക്കൻ്റെ കഴുത്തുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എല്ല് ഭാഗങ്ങൾ നമ്മൾ കഴിക്കാത്ത എല്ലാം കൂടെ നന്നായിട്ട് കുക്ക് ചെയ്ത് തിളപ്പിച്ചാൽ ഒരു അരമണിക്കൂർ തിളപ്പിക്കുമ്പോൾ ആ വെള്ളത്തിന് ചിക്കൻ്റെ ഭയങ്കരമായ സ്വാദാണ്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് പകരം ഗ്രേവിക്ക് പകരം ഈ ഒരു സ്റ്റോക്കാണ് ഹോട്ടൽസിൽ ഷെഫ്സൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെപ്പോഴും ഒരു സ്റ്റോക്ക് ചെമ്മീൻ കറിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ഷെല്ല് തിളപ്പിച്ച വെള്ളമാണ് ചാറിനായിട്ട് ഒഴിക്കുക. അപ്പോൾ ചെമ്മീൻ ലാസ്റ്റ് മിനിറ്റ് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ കറിയിൽ ചെമ്മീൻ്റെ സ്വാദും ആ ചെമ്മീൻ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു മെത്തേഡ് ഷെഫ്സ് അല്ലെങ്കിൽ ആ കിച്ചണിൽ പ്രൊഫഷണൽ ഷെഫ്സ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ പാചകം കുറച്ചുകൂടെ മാറ്റിയാൽ സ്വാദിനോടൊപ്പം തന്നെ അതിൻ്റെ ഗുണങ്ങളും നമുക്ക് കിട്ടും എന്നുള്ള ഒരു തെളിവാണ്. അടിപൊളി, കയ്യടിക്ക് ഉഷാറില്ല, കയ്യടിക്കടാ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാൻ ഈ കൈ വെക്കണേ, അല്ലെങ്കിൽ എന്നു പറയോ ഞാൻ കൺഫ്യൂഷൻ അടിച്ചു. ആ ഒരു മൈക്ക് കൊടുക്കാവോ മോളെ? അവിടെ അവിടെ ഒരു മൈക്ക് കൊടുക്കണേ. ആ പേര് ആദ്യം പറയണേ. എൻ്റെ പേര് ദേവി നന്ദന. ദേവി നന്ദന ഷെഫേ. ഹായ് ഹായ്, ഹലോ. എവിടെയാണ്? നമസ്കാരം. യെസ്, സാറിൻ്റെ ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റിൽ അനവധി ഡിഷസ് കണ്ടംപററി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഉണ്ണിയപ്പം, ഫലൂഡ, അതേപോലെ തന്നെ പാലട, ചീസ് കേക്ക്, പുളിയിഞ്ചി ചിക്കൻ വിങ്സ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ആ ഒരു ഡിഷസിലേക്ക് എങ്ങനെയാണ് എത്തിയത്, അല്ലെങ്കിൽ അത്രയും സ്വീകാര്യത എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞാനൊരു ഷെഫ് എന്ന നിലയിൽ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കാൻ പറ്റി, ഒരുപാട് വിശിഷ്ടമായ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഒരു ഭയങ്കരമായ ഗ്രേറ്റ് ഷെഫ്സിൻ്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുണ്ടാകുന്ന മറ്റ് രാജ്യങ്ങളുടെ ഒരു അല്ലെങ്കിൽ മറ്റ് ക്വിസിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഭക്ഷണമായിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ചെയ്താൽ അത് കണക്റ്റ് ആകും. അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ ഇഞ്ചിപ്പുളി ചിക്കൻ വിങ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബാർബക്യൂ ചിക്കനാണ്. അതൊരു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വളരെ പോപ്പുലറായിട്ട് സ്വീറ്റ് ആൻഡ് സോവറായിട്ടുള്ളൊരു സോസാണ്. അപ്പോൾ ചിക്കൻ അവർ ഗ്രില്ല് ചെയ്തിട്ട് ആ സോസിലിട്ട് ഫിനിഷ് ചെയ്തിട്ട് ഒരു ബാർബക്യൂ സോസ് എന്നൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സോസ് നമ്മൾ കഴിക്കുമ്പോൾ അറിയാം അതിനകത്തൊരു എരിവും പുളിയും മധുരമൊക്കെയാണ്. അത് നോക്കുമ്പോൾ ഇഞ്ചിപ്പുളിക്കും ആ ഒരു രീതിയാണ്, അതിൻ്റെ നിറവാണ്. അപ്പോൾ ആ പുളിയിഞ്ചിക്കകത്ത് നമ്മുടെ ഒരു ഫ്രൈഡ് ചിക്കൻ ആയിക്കഴിഞ്ഞാൽ ആ കേരള സ്വാദോടുകൂടി അല്ലെങ്കിൽ ആ പുളിയിഞ്ചിയുടെ ഇപ്പോൾ തെക്കൻ കേരളത്തിൽ പുളിയിഞ്ചിയെക്കാട്ടിൽ നമുക്കറിയാവുന്ന ഇവിടെ ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഇഞ്ചിക്കറി കഴിക്കുന്നവർക്ക് അതറിയില്ല. വടക്കോട്ട് ഇപ്പോൾ എറണാകുളം തൊട്ട് കാസർഗോഡ് വരെ പോയാൽ സദ്യയിൽ പുളിയിഞ്ചി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മധുരം കലർന്ന ശർക്കര ചേർന്നൊരു ആ ഒരു സോസാണ്. അപ്പോൾ ആ ഒരു സോസിനകത്ത് ഫ്രൈഡ് ചിക്കൻ വരുമ്പം എക്സാക്ട്ലി ഒരു യൂറോപ്യൻ ബാർബക്യൂ ചിക്കൻ്റെ അതേ സംഭവം നമ്മുടെ ഒരു കേരള വേർഷനിൽ കിട്ടുന്നു. ഇപ്പോൾ ഈ ഉണ്ണിയപ്പം ഫലൂഡ എന്ന് പറഞ്ഞാൽ ഫലൂഡ ഇതേപോലെ ഒരു പേർഷ്യൻ ഡിഷാണ്. പലതരം ഫ്രൂട്ട്സും അതല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് പാല് കുറുക്കിയെടുക്കാൻ. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു നൊസ്റ്റാൾജിക്കിനകത്തും നമ്മുടെ പഴയകാല ഓർമ്മയിലായിട്ടുള്ള
മുട്ടായി അതേപോലെ ഉണ്ണിയപ്പമൊക്കെ ചേർത്തിട്ട് വരുമ്പോൾ ഒരു കേരള രീതിയിലുള്ള ഒരു ടേസ്റ്റ് തന്നെ അതൊരു മിനി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നു. ബാക്കിയൊക്കെയുള്ള അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നമ്മൾ നശിപ്പിക്കാതെ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും പല സംഭവങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഒറിജിൻ നമ്മൾ നിലനിർത്തിക്കൊണ്ട് അതിനകത്ത് എന്തുമാത്രം നൂതനമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആലോചിച്ചാണ് ചെയ്യുക. അങ്ങനെ വരുന്ന ഡിഷുകളാണ് ഇതൊക്കെ. ഹലോ ഇനി ആരെങ്കിലും ചോദിക്കണ്ടോ? ഹലോ പേര് പറഞ്ഞേ. ചേട്ടൻ്റെ പേര് പറ. സുകേശൻ. പറയൂ. സാർ ഒരു സംശയം. യെസ് പ്ലീസ്. യെസ്. അതായത് തിരുവനന്തപുരം ജില്ലക്കാർ ഏറ്റവും കൂടുതൽ ഈ മീൻകറിക്ക് യൂസ് ചെയ്യുന്നത് വാളംപുളിയാണ്. അതെ. അതേസമയം കൊല്ലം കഴിഞ്ഞാൽ അങ്ങോട്ടെല്ലാം കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. അതെ. ഈ കൊല്ലം കഴിഞ്ഞ് അങ്ങോട്ടുള്ളവർക്ക് വാദസംബന്ധമായിട്ട് ഒരു രോഗവുമില്ല, ഒരു 80% കുറവാണ്. അതെ. അതേസമയം തിരുവനന്തപുരത്തുകാർക്ക് ഈ വാളംപുളി കൂടുതൽ ഉപയോഗിച്ച് മീൻകറി കൂട്ടി ഇപ്പോൾ വാദരോഗത്തിന് അടിമപ്പെട്ടിരിക്കുക. അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി തിരുവനന്തപുരത്തുകാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണേ. അത് ഇപ്പം പുളിയുടെ കാര്യത്തിൽ നമ്മളൊരു പ്രാദേശികമായിട്ട് കേരള ഭക്ഷണവും നമ്മളൊക്കെ പറയുന്നെങ്കിലും ഓരോ ജില്ലയ്ക്ക് അപ്പോൾ ഒരു ജില്ലയിൽ തന്നെ ഓരോ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തന്നെ വ്യത്യസ്തമായിട്ടൊരു രുചിയുള്ളൊരു സ്ഥലമാണ് കേരളത്തിലെ ഭക്ഷണം. അപ്പോൾ വാളംപുളി കൂടുതൽ കൊല്ലം, തിരുവനന്തപുരം അല്ലെങ്കിൽ തിരുവിതാംകൂർ ഭാഗത്ത് മാത്രം ഉപയോഗിക്കുന്നു. വാളംപുളിയും കുടംപുളിയും കൂടെ പകുതിക്ക് പകുതി ചേർത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം അതിനൊരു പ്രത്യേക തരം രുചിയാണ്. നമ്മളിപ്പോൾ ഒരു പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങ ഇടാറുണ്ട്, അല്ലെ ഇലിമ്പിക്ക് ഇടാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മത്സ്യക്കറി ഉണ്ടാക്കുമ്പോൾ ആ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി മാത്രം ഇട്ടിട്ട് കോഴിക്കോട് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ഒരു അയലക്കറി കിട്ടും, പൊറോട്ടയായിട്ട് ഒരു മുളകിട്ട മീൻകറി എന്നാണ്. പക്ഷേ അതിനധികം പുളിയില്ല, തക്കാളി വിട്ട പുളി വെച്ചിട്ട് മാത്രം ഒരു അസാധ്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതിപ്പോൾ തിരുവിതാംകൂറിൽ വരുമ്പോൾ അത് വാളംപുളിയായിട്ട് ഉപയോഗിക്കുന്നു. മറ്റ് ചില ഭാഗങ്ങളിൽ പകുതി വാളംപുളിയും പകുതി കുടംപുളിയോടെ ചേർക്കുമ്പോൾ പുതിയൊരു രുചി കിട്ടുന്നു. പിന്നീട് കോട്ടയം ഒരു കുടംപുളി കൂടുതൽ. ഇപ്പോൾ ഇവിടെ തന്നെ തിരുവിതാംകൂറിൽ പറയുന്ന കുടംപുളി എന്നല്ല, വടക്കംപുളി എന്നാണ് എൻ്റെ പേര് ശരിക്കും പറയുക. ഇവിടെ വടക്കംപുളി എന്ന് പറഞ്ഞാൽ വടക്കുള്ളവർ ഉപയോഗിക്കുന്ന പുളി എന്നാണ് തെക്കുള്ളവർ പറയുക. അത് ആ ഒരു നാട്ടിലാണ് കുടംപുളി. നിങ്ങൾ കൊല്ലത്തുള്ളവരെയോ അല്ലെ തിരുവനന്തപുരത്തൊക്കെ വീട്ടിൽ ഈ പുളിയുടെ പേര് തന്നെ വടക്കംപുളി എന്നാണ് അല്ലേ? അങ്ങനെ ആ ഒരു പേര് ഓർമ്മയുള്ളവരുണ്ടോ? വടക്കംപുളി എന്ന് പറയുന്നവരിവിടെ. അപ്പോൾ ആ രീതിയിൽ പുളിയുടെ എന്താണ് അതിൻ്റെ ആരോഗ്യ പ്രശ്നം? ഇപ്പോൾ പുളിയുള്ള ഉപയോഗിച്ച് വാളംപുളി ഉപയോഗിച്ചിട്ടുള്ള പലതരം അല്ലാതുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായിട്ട് എത്രമാത്രം അത് വാളംപുളി ഉപയോഗിച്ചിട്ടാണ് ഈ അസുഖം എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ഒരു പഠിക്കേണ്ടിയിരിക്കുന്നു. സാർ ഷെഫിൻ്റെ പെർമിഷനോടുകൂടി ഞാനൊരു കാര്യം സൂചിപ്പിച്ചോട്ടെ. ചേട്ടാ, ഞാൻ അതിനെക്കുറിച്ചൊരു കാര്യം പറയാം. ഈ പുളി എന്ന് പറയുന്നത് ഒരു ആസിഡാണല്ലോ. അതെ. പുളിയുള്ള നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പുളിയുള്ള ഭക്ഷണം കഴിക്കുന്ന ആയുർവേദത്തിൽ പഥ്യം പറയും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ ഈ ദഹിപ്പിക്കാൻ വേണ്ടി ശരീരമുള്ള എനർജി മുഴുവനെടുക്കും. നമുക്ക് വേണ്ടത് രോഗപ്രതിരോധമല്ലേ. അപ്പോൾ എനർജി അതിന് പോകില്ല, പകരം ഭക്ഷണത്തിന് മാത്രം പോകും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ ആയുർവേദത്തിൽ, എൻ്റെ വീട്ടിൽ പാരമ്പര്യ വൈദ്യം ഉള്ളതുകൊണ്ട് കേട്ടോ ഞാനിതൊക്കെ പറഞ്ഞത്. എന്നോട് കുടുക്ക് ചോദ്യമൊന്നും ചോദിക്കരുത്, അത്ര അറിയാൻ മേല. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഈ വാദമുള്ളവരോട് പുളി കഴിക്കരുതെന്ന് പറയും. ഒരു പുളിയും കഴിക്കാതെ നമുക്ക് ടേസ്റ്റ് കൂടിയാൽ നമ്മൾ മലയാളികളെ ഭക്ഷണം കൂടുതൽ കഴിക്കും. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഈ വാദം ഉണ്ടാവാനുള്ള ഇപ്പോഴത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസ് ആണെന്നാണ് പറയുക. ആൻറ്റി ഓക്സിഡൻറ്റ് ഇല്ലായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കലാണെന്നാണ് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദൈവം, അതിൻ്റെ മെഡിക്കലി പറയാൻ ഞാൻ ആളല്ല, എങ്കിലും അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണെന്നാണ് പറയുക. ഇപ്പം മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. ആ ഇലക്ട്രോൺസ് നമ്മുടെ ശരീരത്തിൽ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകരാത്ത എല്ലാ രോഗത്തിൻ്റെയും ബേസിക് കാരണമെന്ന് പറയുന്നത് ഈ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണെന്നാണ് പറയുക. നിങ്ങൾ ഗൂഗിളിൽ നോക്കി അറിയാൻ പറ്റും. പകരാത്ത രോഗങ്ങൾ, ഷുഗർ, കൊളസ്ട്രോൾ, ഇതെല്ലാം ഉള്ളവർക്ക് വാദം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ കൂടുതൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം പിന്നെയും കൂടും. അതുകൊണ്ടായിരിക്കാം, ആണെന്നല്ല, ആയിരിക്കാം. സുകേഷ് ചേട്ടാ പോയോ? അതാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത്. താങ്ക് യു. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആന്ധ്രയിലെ ഫേവറേറ്റ് ഡിഷാണ് ഫിഷ് പുളിസു എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് പറയൂ. ആന്ധ്രയിലെ ഫേവറേറ്റ് ഡിഷാണ് ഫിഷ് പുളിസു. അവിടെ ഫുൾ എരിയും പുളിയുമാണ് മെയിൻ. അത് കഴിച്ച ആരും ഒരു കുറ്റവും പറയില്ല. തീർച്ചയായിട്ടും അത് നമ്മുടെ ഈ ഭക്ഷണം എന്നൊക്കെ പറയുന്ന ഓരോ ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട് വരുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് തേങ്ങ ചേർന്ന ഭക്ഷണം, ഇതിപ്പോൾ ഒരു മെക്സിക്കോയിലോ പെറുവിലോ ജനിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ തന്നെ എന്തിന് ദൂരെ പോകുന്നു, അപ്പോൾ അവർക്കൊരു തേങ്ങ എന്നൊക്കെ പറയുന്ന വല്ലപ്പോഴും ഒരു തേങ്ങ ഒരു പൂജയിൽ, ഗണപതി പൂജയിൽ പൊട്ടിച്ചിട്ട് തേങ്ങയായിട്ട് കഴിക്കുമ്പോൾ വീടാണ്. അപ്പോൾ അവരുടെ നിത്യജീവിതത്തിൽ തേങ്ങ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്നത് അവർക്ക് കഴിക്കാനേ പ്രയാസമുള്ള ഒരുപാട് ഇന്ത്യയിൽ തന്നെ ആൾക്കാരുണ്ട്.
നമ്മളുടെ ചുറ്റുപാടിൽ എന്തുണ്ട്, ഇപ്പോൾ ഒരു ഭക്ഷണ രീതിയൊക്കെ ഡെവലപ്പ് ആവുന്ന നമ്മൾ എവിടെ ജനിക്കുന്നു ആ ഒരു രീതിയിൽ ആ ഒരു എത്ര മൈൽ റേഡിയസിലുള്ള ലോക്കലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കഴിക്കുക. പിന്നെ ഒരു മലയാളി ഫാമിലി ഒരു കുറേ വർഷങ്ങൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ലാറ്റിൻ അമേരിക്കൻ കൺട്രിയിൽ ജനിച്ച് അവിടുത്തെ ഒരു സെക്കൻഡ് ജനറേഷൻ അവരൊരിക്കലും തേങ്ങ കഴിക്കില്ല. അത് നമ്മൾ മലയാളി ആയതുകൊണ്ട് പോലും കാര്യമില്ല. അപ്പം നമ്മളുടെ ഈ ചുറ്റുപാടിൽ എന്ത് ലഭിക്കുന്നു അത് നമ്മുടെ ശരീരവും ഭക്ഷണവുമായിട്ടൊക്കെ ബന്ധപ്പെടുകയാണ്. അപ്പോൾ ഈ നാട്ടിൽ അതാത് നാടുകളിൽ എന്തൊക്കെയാണോ ലഭ്യമായ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇവിടെ ചേന, ചേമ്പ്, കാച്ചിൽ എന്നൊക്കെ പറയുന്ന റൂട്ട് വെജിറ്റബിൾസ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കിട്ടുന്നതാണ്. അത് നമ്മുടെ എല്ലാം നിത്യജീവിതത്തിലും നമുക്ക് എപ്പോൾ ഇത് കിട്ടിയാലും കഴിക്കാൻ താല്പര്യമുണ്ട്. അത് പക്ഷേ മറ്റൊരു സമൂഹം ചിലപ്പോൾ അതുപോലെ കഴിക്കണമെന്നില്ല. ആ രീതിയിൽ ഭക്ഷണം എപ്പോഴും ചുറ്റുപാടുകളും നമ്മളുടെ കൾച്ചറും നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളും അവിടെ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. തിരുവനന്തപുരത്ത് എന്നാണ് ഷെഫുള്ള റെസ്റ്റോറൻറ്റ് വരുന്നത്? തീർച്ചയായിട്ടും റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ വരും. ആദ്യം പേര് പറയണേ. എന്റെ പേര് ഹുസ്ന. പറയൂ. എനിക്ക് 2 ചോദ്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. ഷെഫിന്റെ പ്രൊഫഷനും പാഷനും കുക്കിംഗ് ആണെന്ന് തിരിച്ചറിഞ്ഞ ഒരു മൊമെന്റ് ഉണ്ടായിരിക്കുമല്ലോ. അതെ. ആ ഒരു ജേണിയെ പറ്റി ഒന്ന് പറയാമോ? ശരിക്കും ഞാൻ ഒരുപാട് എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കലും ഷെഫ് ആവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് ഈ ഒരു മേഖലയിൽ വന്ന ഒരാളല്ല. ജീവിത സാഹചര്യം കൊണ്ട് കോളേജിൽ പഠിക്കാൻ പറ്റാതെ ഒരു ജോലി നേടണമെന്ന നിലയിൽ ഒരു 16 വയസ്സുള്ളപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് ജോലിക്ക് കയറുകയും ആ ഒരു ജോലിക്കിടയിൽ ഇങ്ങനെയുള്ള പാചകിക്കുന്ന ഷെഫുമാരുടെ ആ സ്പീഡും അവരുടെ ആ ഒരു സ്കില്ലും ഭക്ഷണത്തോടുള്ള ഇഷ്ടം കണ്ട് നമ്മൾ കുറേ നേരമൊക്കെ കിച്ചണിൽ പോയി നിൽക്കും. അങ്ങനെ ഒരു ഷെഫിനെ അസിസ്റ്റ് ചെയ്ത് അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒഴിവ് സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആ കിച്ചണിൽ ഇടപെട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ പാട്ടാവുകയും അദ്ദേഹം തിരിച്ചറിയുകയും നമുക്ക് അങ്ങനെ ഒരു സ്കില്ലുണ്ടെന്ന് കണ്ട് തിരിച്ചറിഞ്ഞിട്ട് ഇതിലൊരു സ്കില്ലുണ്ടെന്ന് നമ്മളും സ്വയം തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ. നമ്മുടെ ഒരു പാഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതാണ്. നമുക്ക് പലതരം ഇഷ്ടങ്ങളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും, നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന പല സംഭവങ്ങളുണ്ടാവും. പക്ഷേ ഒരുപക്ഷെ അത് നമ്മൾ തിരിച്ചറിയാണ്ട് അതിനെ ഫോക്കസ് ചെയ്യാണ്ട് പോകുമ്പോഴാണ് നമുക്ക് കുറേ കഴിഞ്ഞ് കുറേ നല്ല നല്ല നിലയിലൊക്കെ എത്തിയാലും നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോലി നേടാൻ പറ്റാത്ത ആളുകളൊക്കെ ഡിസപ്പോയിൻ്റ് ആവുന്ന ഒരു സമയം നമ്മുടെ അടുത്ത് തന്നെ പറയാറുണ്ട്. പലരും ഷെഫ് ആവണമെന്ന് കരുതിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ സ്വയം നിങ്ങളുടെ ആഗ്രഹം എന്താണ് അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന എന്താണെന്ന് തിരിച്ചറിയുകയും അതിൽ ഫോക്കസ് ചെയ്ത് അതിൽ നമ്മളൊരു എക്സ്പെർട്ട് ആവുമ്പോഴാണ് നമുക്കൊരു ഇന്നർ ഹാപ്പിനെസ് ആയിട്ട് വരിക. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനങ്ങനെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യാൻ പറ്റുകയും ഇത് തിരിച്ചറിയുകയും പിന്നീട് അതിൽ തന്നെ ഒരു 10-30 വർഷം വർക്ക് ചെയ്യാൻ പറ്റിയുകൊണ്ടുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ടായ ഒരു വ്യക്തി എന്ന നിലയിലാണ്. പിന്നെ ഷെഫിന് ഏറ്റവും പ്രിയപ്പെട്ട ഡിഷും ഇഷ്ടമില്ലാത്ത ഡിഷൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ടേസ്റ്റ് കുറഞ്ഞു നിൽക്കുന്ന ഒരു ഡിഷും പറയാമോ? അങ്ങനെ ശരിക്കും ഞാൻ നമ്മൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് പലതരത്തിൽ ഇഷ്ടപ്പെടാത്തയും ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഭക്ഷണ രീതി അല്ലെങ്കിൽ നമ്മുടെ ഒരു കൾച്ചറുമായിട്ട് ചേരാത്തത് കൊണ്ടാണ്. ആ ഒരു നമുക്കിഷ്ടമല്ലാത്ത ഭക്ഷണങ്ങൾ മറ്റ് പല സമുദായങ്ങളിലും ഉണ്ടാവും, പല നാടുകളിലും ഉണ്ടാവും. അത് അവരുടെ ആ ഒരു ചുറ്റുപാടാണ്. ഇപ്പോൾ കേരള ഭക്ഷണം ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്കിത് ഒരുപക്ഷെ ഒരു 10 ദിവസമോ 15 ദിവസമൊക്കെ തുടർച്ചയായിട്ട് കഴിച്ചാൽ ഇഷ്ടപ്പെട്ടേക്കാം ആദ്യമായിട്ട് കാണുമ്പം. ഇപ്പോൾ ഈ ഒരു പിക്കിള് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയ സമയത്ത് ഒരു പോളണ്ടിലെ ഒരു ഫാമിലി അവർക്ക് ഇതിങ്ങനെ ഒരു സ്പൈസി ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ പിക്കിളൊക്കെ വെച്ചിട്ട് അതൊരു പോയിസൺ പോലാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയും ചില്ലി മുളകും ഇതെല്ലാം കൂടെ കണ്ടിട്ട് അവർക്കൊരിക്കലും സങ്കല്പിക്കാനും പോലും പറ്റത്തില്ല ഇതൊരു ഫുഡാണോ എന്നുള്ള രീതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇഷ്ടമില്ലായ്മയൊന്നുമില്ല. പക്ഷേ പ്രത്യേകിച്ച് ഒരു മലയാളി എന്ന നിലയിലും നമ്മൾ എത്രമാത്രം സുഗന്ധദ്രവ്യങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ഭക്ഷണ രീതി ലോകത്തൊരിടത്തും ഇല്ലതാണ് എനിക്ക്. ഇത്രയും രുചികരമായിട്ട് നമ്മുടെ രുചിമുകളങ്ങൾ എപ്പോഴും അതുകൊണ്ടാണ് മലയാളികൾ ഇത്രമാത്രം ഭക്ഷണം കഴിക്കുകയും ലോകത്തൊരുപാട് സ്ഥലങ്ങളിൽ വലിയ വലിയ ഫുഡ് ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും ചെറിയ കേരളത്തിലെ ചെറിയൊരു സംസ്ഥാനമായ കേരളത്തിലെ ഭക്ഷണത്തിന് ഇത്രമാത്രം പ്രിയം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ കേരളത്തിലെ ഒരു മീൻകറിയും ചോറും അല്ലെങ്കിൽ രാവിലെ ഒരു അപ്പവും മുട്ടൻകറിയും കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതാണ് കേട്ടത്. ഒരു ചോദ്യം കൂടി. ഏറ്റവും നല്ല ഭക്ഷണ രീതി എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ഭക്ഷണ രീതിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ റോ വെജിറ്റബിൾസും ഒക്കെ കൂടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. മലയാളികൾ അങ്ങനെ ഉൾപ്പെടുത്താറില്ല. അപ്പോൾ റോ വെജിറ്റബിൾസ് ഉൾപ്പെടുത്തി അല്ലെങ്കിൽ സാലഡ്സ് ഉൾപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യം ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. തീർച്ചയായിട്ടും അതൊരു നല്ല രീതിയിലുള്ള ഭക്ഷണം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീണ്ടും നമ്മളുടെയൊക്കെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ എങ്ങനെ വരുന്നു. ഇവിടെ ഒരു സാലഡ് ഭക്ഷണം നമ്മുടെ ലൈഫ് സ്റ്റൈലിലേ ഇല്ല. അതൊക്കെ എല്ലാവരും പറയുന്നതാണ്. അതൊക്കെ ഒരു ഭക്ഷണ രീതിയിലേക്ക് കൊണ്ടുവരിക. പ്രത്യേകിച്ച് കേരളത്തിലെ ഭക്ഷണ രീതി ഡയറക്റ്റ് മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞാണ്. ശരിക്കും ഭക്ഷണം എന്ന് പറയുന്ന ആളുകൾ ഇതൊക്കെ ഒരു ഫ്രാൻസിലാണ് ഇതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഈ ഭക്ഷണം എന്താണ്, എങ്ങനെ കഴിക്കണം, എന്താണ് ഒരാളുടെ പോർഷൻ കൺട്രോൾ, എത്ര ഗ്രാം വേണം ഒരു സ്റ്റാർട്ടർ, ഒരു സൂപ്പ് കഴിക്കണം അല്ലെങ്കിൽ ഒരു സാലഡ് കഴിക്കണം അല്ലെങ്കിൽ അമ്യൂസ് ബുഷ് കഴിക്കണം അല്ലെങ്കിൽ മെയിൻ കോഴ്സ് കഴിക്കണം, ഡെസേർട്ട്, സൈഡ്, ഇതൊക്കെ കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്ത് മനുഷ്യരുടെ രീതിക്കാക്കിയത് ഫ്രഞ്ചുകാരാണ്.
പക്ഷേ ആ ഒരു രീതിയിൽ ആദ്യം തന്നെ ഒരാൾ വന്നാൽ ഒരു 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 വിശിഷ്ടമായിട്ട് ഒരു ഡിന്നറിന് ഒരു കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യം ഒരു അമ്യൂസ് ബുഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കഴിക്കുന്നു, പിന്നീട് സ്റ്റാർട്ടർ കഴിക്കുന്നു, പിന്നെ ഒരു ഫിഷ് കോഴ്സ് കഴിക്കുന്നു, മെയിൻ കോഴ്സും സൈഡും ഒക്കെ കഴിച്ചാണ് ശീലിക്കേണ്ടത്. മലയാളികളെ സംബന്ധിച്ച് ഒരു മെയിൻ കോഴ്സ് ഡയറക്റ്റ് ഈറ്റേഴ്സ് ആയിട്ടാണ് പറയുക. ഇപ്പോൾ നമ്മളൊരു ബിരിയാണി കോഴി പൊരിച്ചത് കിട്ടി അതാണ് കഴിക്കുക. ഇപ്പോൾ നിങ്ങളൊരു വിവാഹത്തിന് പോകുന്ന അല്ലെങ്കിൽ ഒരു വിരുന്നിന് പോകുന്ന അവിടെ ഒരുപാട് 10-30 വിഭവങ്ങളുണ്ടാവും. അതിൻ്റെ ഏറ്റവും ആദ്യം നമ്മളൊരു സാലഡ് കഴിച്ച് തുടങ്ങുക, അല്ലെങ്കിൽ ഒരു സൂപ്പ് ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു വിശപ്പിനെ അല്ലെങ്കിൽ ഒത്തിരി ഓവറായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യാത്ത രീതിയിലാണ് ഈ ഭക്ഷണം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങളൊക്കെ നോക്കൂ, നമ്മൾ അതൊന്നും തൊടാതെ ഡയറക്റ്റായിട്ട് ബിരിയാണി കണ്ടാൽ ആദ്യം ബിരിയാണി എടുക്കുന്നു, അല്ലെ ബീഫും പൊറോട്ടയും കണ്ടാൽ അതെടുത്ത് കഴിക്കുന്നു എന്ന രീതിയിൽ നിന്ന് മാറി ഈ ഒരു കുറച്ച് സാലഡ്, കുറച്ച് സൂപ്പ്, നമ്മുടെ വീടുകളിൽ പോലും അങ്ങനെ ഒരു ശീലമേ ഇല്ല. നമ്മളെല്ലാവരും ചോറും മീൻകറിയും നമ്മുടെ സൈഡുമായിട്ട് മാത്രം കഴിക്കുന്ന ശീലത്തിൽ നിന്ന് മറ്റ് ആളുകൾ ആരോഗ്യപരമായിട്ട് കഴിക്കുന്ന ഒരു കോഴ്സിനേക്ക് ആദ്യം കുറച്ചൊരു ഈവൻ ക്യാരറ്റ് സലാഡ് അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറി വെച്ചിട്ടൊരു ഫസ്റ്റ് കോഴ്സ് കഴിച്ചിട്ട് പിന്നീട് കഴിക്കുമ്പോൾ അത്രമാത്രം ചോറിൻ്റെ അളവ് കുറയുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് നേരം ഒരുമിച്ച് എല്ലാ 3 നേരവും അരിയാഹാരം കൂടുതൽ കഴിക്കുന്നതിൻ്റെ പല പ്രശ്നങ്ങളും നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക്, അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പ്രമേഹ രോഗങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരുപാട് റൈസ് ഈറ്റേഴ്സിൻ്റെ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ചോറിൻ്റെ അളവ് നമുക്കൊരിക്കലും ഇനി കുറയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ചോറ് കഴിക്കാതിരിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ചോറിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ഇങ്ങനെ ഈ മെഡിറ്റേറിയൻ അല്ലെങ്കിൽ ഗ്രീക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ക്യൂസിനിലൊക്കെ പോലെ അല്ല മറ്റ് രാജ്യങ്ങളിലൊക്കെ പോലെ ഒരു സ്റ്റാർട്ടർ, നിങ്ങളുടെ ഒരു 1 കിലോ അരി പണ്ട് കാലത്ത് 8 പേരൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അല്ല 4 പേർക്കായിരുന്നു പഴയ കാലത്ത് കല്യാണത്തിന് 1 കിലോ അരി അല്ല 5 പേരെന്ന കണക്കാണ്. ഇപ്പോൾ അത് 8 പേരായിട്ട് മാറി. അത്രയ്ക്ക് കുറഞ്ഞു വരികയാണ്. ആ രീതിയിൽ ഇനിയും ചോറിൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാം. കാരണം പ്രഭാത ഭക്ഷണത്തിനും നമുക്ക് ഒരുപാട് അരിപ്പലഹാരങ്ങളാണ്. നിങ്ങൾക്ക് ദോശ, പുട്ട്, ഇഡ്ഡലി അല്ലെങ്കിൽ അങ്ങനെയുള്ള അരിപ്പലഹാരങ്ങൾ, വീണ്ടും ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേരം വീണ്ടും അരിപ്പലഹാരങ്ങൾ കഴിക്കുന്നു. അതിനുശേഷം അത്താഴത്തിനും അരിയുടെ ഭക്ഷണം തന്നെ കഴിച്ച് 4 നേരവും റൈസിൻ്റെ ഒരു വലിയൊരു കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഉച്ചഭക്ഷണത്തിൽ കുറച്ചുകൂടെ പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്തി ചോറിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആവുമെന്നാണ് എല്ലാവരും പറയുന്നത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നല്ലേ? ഈ കൈയടി പോരാട്ടോ ഇൻഫർമേഷൻ. തീർച്ചയായിട്ടും ഞാൻ ഷെഫ് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചെന്നറിയോ ഷെഫ്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒന്നാമതൊരു വണ്ണക്കാരനാണ്. എനിക്കാണെങ്കിൽ ഈ ചോറാണ് ഇഷ്ടം, പ്രത്യേകിച്ച് പഴഞ്ചോറ്. അപ്പോൾ 4 നേരം ചോറുണ്ടോണ്ടിരുന്നൊരു കക്ഷിയാണ്. അന്ന് കളിയാക്കി പറയായിരുന്നു ഇടങ്ങഴിയുടെ ചോറ് ഞാൻ. പക്ഷേ ഷെഫ് ഇപ്പോൾ എനിക്ക് ഒരു സിനിമയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് വണ്ണം കുറയ്ക്കേണ്ടി വന്നതുകൊണ്ട് ഒരു 40 കിലോ കുറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സുഖം. അതുകൊണ്ട് ഷെഫ് പറഞ്ഞ എല്ലാവരും ശ്രദ്ധിക്കണം. ഞാനും തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കും. നമ്മുടെ ആ ചേട്ടനെ ഒരു നല്ല കൈയടി കൊടുക്കണം. ആ ചോദ്യം ചോദിച്ചാൽ ചേട്ടൻ ഒരു നല്ല കൈയടി കൊടുക്കണം. അദ്ദേഹത്തിന് ഒരു ചോദ്യം കൊടുക്കണം, നമുക്ക് അതിങ്ങനെ കേൾക്കാം. പറയും. ഈ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് വണ്ണം കൂടുന്നതെന്ന് ചിലർ വിചാരിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് ഡയറ്റിങ് ചെയ്യുന്നവരുണ്ട്. അതെ. പക്ഷേ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. അതെ. അതെങ്ങനെയാണെന്നൊന്ന് പറയാമോ? നല്ല ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ക്രമീകൃത ഭക്ഷണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ് നമ്മുടെ നാട്ടിലെ മമ്മൂക്ക എന്ന് പറയുന്നത്. മമ്മൂട്ടിയെക്കുറിച്ച് മമ്മൂട്ടിയെക്കുറിച്ച് നമ്മളൊക്കെ പറഞ്ഞ് ഒരുപാട് കേട്ടു. അദ്ദേഹം ഇത്രയും എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നു, സൗന്ദര്യം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അദ്ദേഹം ആഹാരമൊക്കെ കഴിക്കുന്നതിന് നമുക്കൊരു എല്ലാം ലഭിക്കും, എല്ലാം കഴിക്കാനുള്ള ഒരു നമുക്ക് എന്തും കഴിക്കാനുള്ള പവർ ഉള്ളപ്പോൾ നമ്മൾ കഴിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പഴയ കാലത്ത് നമുക്ക് ആഹാരം കിട്ടാതിരുന്നപ്പോൾ ആളുകൾ പട്ടിണി കിടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു നേരം ചോറ് കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നീട് കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ വില്ലിനനുസരിച്ചിട്ട് ഒരു ബിരിയാണി കഴിക്കണമെന്ന് തോന്നിയാൽ ബിരിയാണി കഴിക്കാവുന്ന ജീവിത സാഹചര്യം ഉള്ളവരാണ്. അപ്പോൾ അവിടെയാണ് അദ്ദേഹം അത്രയും സമയത്ത് ഞാൻ അദ്ദേഹത്തിന് പലവട്ടം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പം കണ്ട ഒരു അളവ്. അദ്ദേഹം കൃത്യമായിട്ട് എത്ര രുചി കൂടിയാലും അദ്ദേഹത്തിന് ആ ഒരു പോർഷൻ അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ അനുസരിച്ചിട്ട് എന്തുമാത്രം കഴിക്കണം എന്നൊരു ഡിസിപ്ലിൻ പാലിച്ചത് കൊണ്ടുണ്ടാകുന്ന ഒരു തെളിവുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ നമ്മളൊക്കെ കഴിയുന്നത് നമ്മൾ വയറ് നിറഞ്ഞ് നമുക്ക് ഭക്ഷണം അറിയാം, നമുക്ക് ഫുള്ളായി, പക്ഷേ ആ കറിയുടെ രുചി കാരണം ഒരു ഇത്തിരി ചോറൂടെ തരട്ടെ എന്ന് വെച്ചാൽ നോ പറയാത്തവരാണ് നമ്മൾ. അപ്പോൾ എവിടെ ഭക്ഷണത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് നോ പറയാൻ പറ്റുന്ന രീതിയിലേക്കൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ആ ഒരു ഡയറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഓരോ വ്യക്തിയുടെയും ബോഡി യൂണിക്കാണ്, അവരവർക്ക് കഴിക്കേണ്ട അളവുകൾ വ്യത്യാസമാണ്. അത് സ്വയം തിരിച്ചറിഞ്ഞ് അതിൻ്റെ അളവിനനുസരിച്ചുള്ള ഭക്ഷണം കഴിച്ചാൽ ഈ ഒരു രീതിയിൽ ജീവിതകാലം മുഴുവൻ ഈ സുന്ദരമായ ജീവിതം ഇനി ഈ ഒരൊറ്റ ലൈഫാണ് നമുക്കുള്ളത്. ആ ഒരൊറ്റ ലൈഫിൽ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു അത്രയും കാലം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ ശരീരത്തിനെ മാറ്റിയെടുക്കുന്നതാണ് ഇനിയുള്ള ഒരു ഏറ്റവും നല്ല കാര്യമെന്ന് എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അളവുകൾ സ്വയം തിരിച്ചറിയുക, നല്ല നല്ല ഭക്ഷണം കഴിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ചേട്ടൻ്റെ പേരെന്തോ? മധു ഭാസ്കർ. ഓക്കെ. എനിക്കറിയേണ്ടത് പറയൂ. ഈ റെസ്റ്റോറൻറ്റുകൾ, കാറ്ററിംഗ് സർവീസുകൾ, 5 സ്റ്റാർ ഹോട്ടൽ ക്യാൻറ്റീൻസ്, ഇവരെല്ലാം
കൊമേഴ്ഷ്യലാണ് എല്ലാവരും 100%. പക്ഷേ ഇവർ ഈ ഫുഡിൻ്റെ ക്വാളിറ്റിക്കാണോ ഊന്നൽ കൊടുക്കേണ്ടത്, ഫുഡിൻ്റെ പ്രൈസിനാണോ ഊന്നൽ കൊടുക്കേണ്ടത്, ഫുഡിൻ്റെ ക്വാണ്ടിറ്റിക്കാണോ ഊന്നൽ കൊടുക്കേണ്ടത്? മൂന്നും എന്ന് ഉത്തരം പറയല്, കൃത്യമായിട്ട് പറയണം. തീർച്ചയായിട്ടും അതൊരു വലിയൊരു ചോദ്യമാണ്. അത് നമ്മൾ സ്വയം നമ്മുടെ ഒരു സമൂഹമാണ് അത് തീരുമാനിക്കുക. ഒരു മാർക്കറ്റിന് വേണ്ടതാണ് അവിടെ സെല്ല് ചെയ്യുക. അപ്പം നിങ്ങളാണ് ആഗ്രഹിക്കുക നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയുള്ള ഭക്ഷണങ്ങളാണോ, അപ്പോൾ അതാണ് മാർക്കറ്റിൽ വേണ്ടെങ്കിൽ ഒരു ബിസിനസ് എന്ന നിലയിൽ അത് മാത്രമാണ് വരിക. നമുക്ക് ഗുണമേന്മയുള്ള ഭക്ഷണമാണ് വേണ്ടതെന്ന് നിങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ ഒരു മോശം ഭക്ഷണം കേരളത്തിൽ ലഭ്യമല്ല. അപ്പം നമ്മളുടെ ഒരു ജീവിത നിലവാരം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി അനുസരിച്ച് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസുള്ള ആൾക്കാർ എത്രമാത്രമാണ്. അപ്പോൾ നമ്മൾ ഒരു പേർക്ക് ഇപ്പോൾ 100 രൂപയ്ക്ക് മാത്രം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ 100 രൂപയ്ക്കുള്ള ഭക്ഷണമായിരിക്കും ആ നാട്ടിലുണ്ടാവുക. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ ഞാനൊരു ഇത്രയും വർഷം ഈ ഭക്ഷണ മേഖലയായിട്ട് ബന്ധപ്പെടുകയും ഏറ്റവും മുന്തിയ അല്ലെങ്കിൽ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഹോട്ടലുകളിൽ ജോലി ചെയ്യാൻ പറ്റുകയും ഏറ്റവും വലിയ അതിസമ്പന്നന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും സാധാരണക്കാരുടെ ഭക്ഷണ രീതിയൊക്കെ വന്ന ഒരാൾക്കെന്ന നിലയിൽ ഭക്ഷണത്തിനകത്ത് ഒരുപാട് ഗുണമേന്മയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് എന്ത് തരം ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റിയിലാണോ നമ്മൾ വേണ്ടത്? നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിച്ചാൽ ഈ സുന്ദരമായ ഓരോ നാള് തോറും ഇതിൻ്റെ ഒരു സൗകര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇന്നുണ്ടായിരുന്ന ഒരു ടെക്നോളജി അല്ല ഒരു 5 വർഷം കഴിയുമ്പോൾ നമുക്ക് വരും. അപ്പോൾ ഇതൊക്കെ ഒരു തവണ അനുഭവിച്ച് പോകാൻ പറ്റണമെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ ജീവിക്കണം. അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങളായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് ജീവിച്ചാൽ ഇതൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അവനവൻ്റെ രീതിയിൽ ഏറ്റവും മികച്ച ഭക്ഷണം കഴിക്കുന്നവർക്ക് അത്രമാത്രം രോഗങ്ങൾ കുറയുമെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ആ രീതിയിൽ അദ്ദേഹം പറഞ്ഞ 3 പോയിന്റ്, നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ആണോ വേണ്ടത്, ഏറ്റവും ഗുണമേന്മയുള്ള അല്ലെങ്കിൽ നമുക്ക് ഹാനികരമല്ലാത്ത ഭക്ഷണം ഹൈജീനായിട്ട് കഴിക്കേണ്ടതാണോ വേണ്ടത്, അല്ലെങ്കിൽ പ്രൈസ് ആണോ വേണ്ടത്, ആ ഒരു സമൂഹത്തിലെ മാർക്കറ്റിലെ ഒരു 1000 പേര് എന്താണോ തീരുമാനിക്കുക അതനുസരിച്ചിട്ടായിരിക്കും ആ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു പുതിയൊരു ഭക്ഷണശാല നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് വരുന്നു. അവിടുത്തെ ചുറ്റുപാടുള്ള ഒരു 1,00,000 പേര് എന്താണോ കൂടുതൽ താല്പര്യം, അവർക്ക് 100 രൂപയുടെ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി അവരൊരു മികച്ച ചിക്കൻ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളൊരു ചിക്കൻ സപ്ലയറെ കണ്ടിട്ട് കൊണ്ടുവരുന്നു, അതിനെ പാകം ചെയ്യുന്നു, ശുദ്ധമായ വെളിച്ചെണ്ണ മാത്രം വാങ്ങി അല്ലെങ്കിൽ നല്ല പ്രൊഫഷണലായിട്ടുള്ള പരിചയമുള്ളൊരു ഷെഫിനെ വെച്ചിട്ട് ആ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിനൊരു കോസ്റ്റ് വരും. ആ ഒരു കോസ്റ്റ് വഹിക്കാൻ ആ നാട്ടിലെ 1,00,000 പേര് തയ്യാറായില്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് പൂട്ടിപ്പോകും. അപ്പോൾ ആ 1,00,000 പേർക്ക് വേണ്ടത് അവിടെ 50 രൂപയുടെ ചിക്കൻ കറി ആണെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യുക, അതിനനുസരിച്ചുള്ള ബ്രോയിലർ ചിക്കൻ ആയിരിക്കും, അതനുസരിച്ചിട്ടുള്ള അൺഹൈജീനായിട്ടുള്ള ആൾക്കാരായിരിക്കും വരിക, അതിനനുസരിച്ചിട്ടുള്ള ചിലപ്പം 1000 രൂപ ശമ്പളം കൊടുക്കേണ്ട ഒരു ഷെഫിന് പകരം ചിലപ്പോൾ ഒരു ട്രെയിൻഡും അല്ലാത്ത എന്നാൽ പാചകിക്കാൻ അറിയാവുന്ന ഒരാളായിരിക്കും, അയാളെ കൊണ്ട് നിർത്തും. അയാൾക്ക് ചിലപ്പോൾ ഒരു യൂണിഫോം ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം അതിൻ്റേതായ മികച്ച രീതിയിലുള്ള പ്രൈസിലും അതിൻ്റേതായ അളവിലും കിട്ടുന്നൊരു ഭക്ഷണം. അപ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അതിലെ ആ ഒരു മാസിനനുസരിച്ചിട്ട് ബിസിനസ് മാറും. അത് മാർക്കറ്റാണ് തീരുമാനിക്കുക. ഇപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഇവിടെ കേരളത്തിൽ എല്ലാവരെയും ഏറ്റവും മികച്ച റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കുക അല്ല ഏറ്റവും മികച്ച ഭക്ഷണം സോഴ്സ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം അവിടെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളതും അതേ അനുസരിച്ചിട്ടുള്ള ഭക്ഷണമാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിത നിലവാരം ഉയർത്താൻ ഓരോരുത്തരും ശ്രമിക്കും. ഇതൊരു സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ അവിടുത്തെ തൊട്ടടുത്തുള്ള ആൾക്കാരല്ല. നിങ്ങൾ ഏറ്റവും മികച്ച ഭക്ഷണം ഏറ്റവും ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ മുന്തിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പണം സമ്പാദിക്കാറുണ്ട്. നമ്മൾക്ക് ഏറ്റവും മികച്ച ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ പണം സേവ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഏറ്റവും മികച്ച ഹോളിഡേക്ക് പോകാനോ ട്രാവൽ ചെയ്യാനോ സേവ് ചെയ്യാറുണ്ട്. പക്ഷേ നിത്യവും കഴിക്കുന്ന ഭക്ഷണത്തിലും അത് കാണിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ്. കാരണം ഈ ഒരു ഹാനികരമായ ഭക്ഷണം ഡെയിലി കഴിച്ചാൽ പിന്നീട് നമുക്കൊരു കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളൊരു 70 80 അല്ലെ 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കേണ്ട ആൾക്കാരാണ്. ഇനിയത്തെ ഒരു മോഡേൺ സയൻസിൻ്റെ സഹായത്താൽ നിങ്ങളുടെ ജീവിത നിലവാരം ഇനി ഉയരും, ഇവിടെ ജീവിച്ചിരിക്കേണ്ട സമയം കൂടുതലാവും. ആ ഒരു സമയത്തൊരു രോഗം വന്ന് അല്ലെങ്കിൽ നമുക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റാതിരിക്കണമെങ്കിൽ നല്ല നല്ല ഭക്ഷണം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് ഹാനികരമാകാത്ത രീതിയിൽ കഴിക്കാനുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ആ ജീവിത നിലവാരം നമ്മൾ സ്വയം ഉയർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പോൾ മില്ലറ്റ്സ് ഒരു ഫാഷനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മില്ലറ്റ്സ് അപ്പോൾ നമ്മുടെ ലൈഫിൽ മില്ലറ്റ്സ് എത്രത്തോളം ഹെൽത്തി ആയിരിക്കും അല്ലെങ്കിൽ നമ്മളെ എത്രത്തോളം അത് സഹായിക്കും? പലർക്കും ഈ തെന പോലുള്ള ഈ കൂവരക് പോലെ തെന പോലുള്ളത് കൂവരകൊക്കെ 6 മാസം വരെ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളൂ. അതെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മമാർ ഏത്തപ്പഴപ്പൊടിയും കൂവരകൊക്കെ അവർ തന്നെ ഒഴിവാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള മില്ലറ്റ്സ് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഉപകാരപ്പെടും? അതിൻ്റെ കുക്കിംഗ് രീതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ?
തീർച്ചയായിട്ടും ഈ ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യ മഹാരാജ്യം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മില്ലറ്റ്സിനെ ഒരു സൂപ്പർ ഫുഡായിട്ട് പരിഗണിക്കുക. ലോകം മുഴുവൻ മില്ലറ്റിൻ്റെ ഒരു മഹാമേള, കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ 2 വർഷമായിട്ട് മില്ലറ്റ്സിൻ്റെ ഒരു വലിയൊരു പ്രൊമോഷൻ നമ്മുടെ നാട്ടിൽ ഏറ്റവും സുലഭമായി കിട്ടുകയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുകയും അതിൻ്റെ ആ പ്രോസസ്സ് ചെയ്യാൻ എളുപ്പമൊക്കെ ആയിട്ടുള്ള ഒരു ധാന്യമായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ രുചിയുടെ കാര്യത്തിൽ മലയാളികൾ അല്ലെങ്കിൽ നമുക്കൊന്നും അതത്ര വലിയ പ്രിയമായിട്ട് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി വേൾഡ് വൈഡ് മാറാൻ വേണ്ടിയിട്ടും അതിനെ ഏറ്റവും കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് സർക്കാർ, ഇന്ത്യ ഗവൺമെൻറ് ഒരു വലിയൊരു സംരംഭമായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു ക്യാമ്പയിൻ ലോകം മുഴുവൻ നടക്കുകയാണ്. ആ രീതിയിൽ മില്ലറ്റ്സിൻ്റെ നിങ്ങൾ ഈ പറഞ്ഞ പോലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടാണ്. പക്ഷേ രുചിയുടെ കാര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ കേരളത്തിൽ അപ്പവും പുട്ടും അല്ലെ അരിപ്പലഹാരം കഴിച്ച് ശീലിച്ച ഒരാൾക്ക് മില്ലറ്റ്സ് വെച്ചിട്ട് എത്രത്തോളം ആസ്വാദ്യകരമായിട്ട് കഴിക്കാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പോൾ മില്ലറ്റിൻ്റെ ഒരുപാട് വകയിനത്തിൽ ഒരുപാട് പുതിയ റെസിപ്പീസുകൾ ബെസ്റ്റായിട്ടുള്ള ഷെഫ്സുമാരെയും അല്ലെങ്കിൽ ഇതുപോലുള്ള ഫുഡ് ഇൻഫ്ലുവൻസേഴ്സിനെയും വെച്ച് ഗവൺമെൻറ് ഡയറക്റ്റ്ലി നടത്തുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2 വർഷം കൊണ്ട് കുറച്ചുകൂടെ അത് അവയർനെസ്സിലേക്ക് എത്തുകയും ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ അത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു GDP വരെ ബാധിക്കാവുന്ന അല്ലെങ്കിൽ അതിനെ ഉയർത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ നമ്മളുടെ മില്ലറ്റ്സ് കൊണ്ട്. അതൊക്കെയാണ് അതിൻ്റെ ഒരു പുതിയ പഠനം വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് 2-3 ഇയേഴ്സ് കൊണ്ട് ഇത് കുറച്ചുകൂടെ പോപ്പുലർ ആവുകയും അത് നമ്മളുടെയൊക്കെ നിത്യജീവിതത്തിൽ അറ്റ്ലീസ്റ്റ് 1 ടൈം ഒരു മീൽ എന്ന നിലയിലെങ്കിലും മില്ലറ്റ്സ് വരുമെന്നാണ് സർക്കാരിൻ്റെയൊക്കെ ഒരു ഇത്. അതാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഇനി ചോദ്യമല്ല, ഒരു റിക്വസ്റ്റ് ആണ്. കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. അത്രേ ഉള്ളൂ. താങ്ക് യു. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞേ? നൗഷാദ്. നല്ല കൈയടി കൊടുത്തേ അദ്ദേഹത്തിന്. ഞാൻ ഒരു കാര്യം ചേർത്ത് പറഞ്ഞോട്ടെ. നമ്മളൊക്കെ പണ്ട് ചാമ അരി കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചാമയരി നമ്മുടെ നാട്ടിൻപുറത്ത്, എൻ്റെ നാട് കോതമംഗലാണ്. എൻ്റെ ചെറുപ്പത്തിൽ അവിടെ ചാമ കൃഷി ഉണ്ടായിരുന്നു. ഞാൻ ചാമയരി കഞ്ഞി ധാരാളം കുടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മില്ലറ്റ്സ് കൊണ്ട് സൂപ്പൊക്കെ ഉണ്ടാക്കി അത് പൊടിച്ചിട്ട് ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് നവധാന്യ കിറ്റ് എന്ന് പറഞ്ഞ സംഭവം കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഈ മില്ലറ്റ്സിൻ്റെ വകഭേദങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ഉഗ്രം കൈയടി കൊടുക്കും. കാരണം ഇതൊക്കെ ഭയങ്കര ഇൻഫർമേഷൻസാണ്. ഷെഫ്, എനിക്കൊരു ചെറിയ ചോദ്യമുണ്ട്, ചോദിച്ചോട്ടെ? നമ്മളിപ്പോൾ എൻ്റെ മോനൊരു 14 വയസ്സാണ്, ആയിരിക്കണതാണ് കൃഷ്ണൻ. അപ്പോൾ ഈ പിള്ളേരൊക്കെ ഇപ്പോൾ പഠിക്കാൻ പല സ്ഥലത്തും പോകുമല്ലോ. അപ്പോൾ അവർ ഈ ലോകത്തിൻ്റെ പല സ്ഥലത്ത് വരുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ജനിച്ച് വളർന്ന ഒരു കുട്ടിക്ക് ഇവിടുത്തെ ഒരു ഫുഡായിരിക്കും കൂടുതൽ അവൻ്റെ ശരീരം റിസീവ് ചെയ്യുന്നത്. അതെ. അപ്പോൾ പുറത്ത് ചെന്ന് കഴിയുമ്പോൾ പലപ്പോഴും പിള്ളേർക്ക് ഈ ഭക്ഷണം പ്രശ്നമാവാറുണ്ട്, അവർക്ക് വയറ് അസ്വസ്ഥമാവാറുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് അവർക്ക് സ്വന്തമായിട്ടുണ്ടാക്കാവുന്ന എന്തെങ്കിലും ഒരു ഡിഷോ അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നോ ഒരു അഡ്വൈസ് തരാമോ? ശരിക്കും നമ്മളിപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ലോകത്തെവിടെയും മലയാളികളിൽ പോവാത്ത സ്ഥലങ്ങളില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സ് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു, അല്ലെങ്കിൽ അവരവിടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്ന ഒരു 10 വീട്ടിലുള്ള ഒരാൾ ഇപ്പോൾ ഒരു ഫോറിനുള്ള ഒരാളാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രവാസികളെന്ന നിലയിൽ ഗൾഫ്, മിഡിൽ ഈസ്റ്റ് അല്ലാതുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോവാണ്. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ രീതിയിൽ ഇദ്ദേഹം പറഞ്ഞ പോയിന്റ്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുണ്ട്. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളെല്ലാവരും ഉണ്ട്. പാല് കഴിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്, പാൽ ഉൽപ്പന്നങ്ങളുമായിട്ട് കഴിക്കുന്നത്. അതാരും തിരിച്ചറിയാതെ നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ ഇത് നമുക്ക് പല ഭക്ഷണം കഴിക്കുമ്പോൾ അസ്വസ്ഥതകളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കേരളത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവരാണ് എന്ന് തിരിച്ചറിയാണ്ട് നമ്മൾ പാൽ ഉൽപ്പന്നങ്ങളും ചായയും അല്ലെങ്കിൽ പാൽ വെച്ചിട്ടുള്ള പായസങ്ങളൊക്കെ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് തിരിച്ചറിയുമ്പോഴാണ് ഓരോരുത്തർ പറയുന്നത്, പാല് കഴിക്കുന്നതുകൊണ്ടായിരുന്നു എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ക്ഷമിച്ച് നമ്മളങ്ങനെ നടക്കുകയാണ്. അതുപോലാണ് അലർജിയും ഇൻടോളറൻസും. പല കാര്യത്തിൽ നമുക്ക് അലർജിക്കായിട്ടുള്ള സംഭവമുണ്ട്. മൈൽഡായിട്ടുള്ള അലർജി പോലും നമ്മൾ നിത്യവും സഹിച്ച് ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഷെൽഫിഷ്, വളരെ സിവിയറായിട്ടുള്ള അലർജിയുള്ള ഷെൽഫിഷ്, അല്ലെങ്കിൽ ഗ്ലൂട്ടൻ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഡയറി പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ നട്ട്, ഇത് ലോകത്ത് എല്ലാവർക്കും ഉള്ള പോലെ കേരളത്തിലുള്ളവർക്കും ഉണ്ടാവും. പക്ഷേ ഇത് നമ്മളാരും ഇതൊന്നും തിരിച്ചറിയാതെ അല്ലെങ്കിൽ നമ്മളതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാണ്ട് അതൊരു സ്ലോ പോയിസണായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ എരിവിൻ്റെ അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളൊക്കെ ഒരു തവണ സ്വയം തിരിച്ചറിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ഒരു യൂറോപ്പിൽ പോകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. നമ്മളവിടെ ഒരു ചെല്ലുമ്പോൾ തന്നെ, ഞാനൊക്കെ ലണ്ടനിൽ പോയ സമയത്ത് നമുക്കൊരു GP ആദ്യം തന്നെ ഒരു ഹെൽത്ത് കാർഡ് ഉണ്ടാവും. ആ GPയിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മളുടെ ഒരു ബ്ലഡിൻ്റെ കാര്യം എടുത്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അലർജൻസ്, എന്തൊക്കെയാണ് ഇൻടോളറൻസ്, ഇതൊക്കെ ഒരു ബേസിക് ആണ്. അപ്പോൾ നമ്മളിതൊന്നും കേട്ടിട്ടുള്ളൂ. നമ്മുടെ ആശുപത്രിയിൽ പോയാൽ നമുക്കൊരു പനി വരുമ്പോൾ മരുന്ന് വാങ്ങിച്ച് കഴിച്ചു പോകുന്നു. അപ്പോൾ ഒരു ബേസിക് ഇൻഫർമേഷൻ നമുക്ക് എന്താണ്, അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കും ഇതൊക്കെ ഉണ്ടോ. അപ്പോൾ തിരിച്ചറിയുമ്പോഴാണ് ഒത്തിരി ആളുകൾ തിരിച്ചറിയുന്നത് എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനെ ട്രിഗർ ചെയ്യാത്ത ഭക്ഷണ രീതികൾ കഴിക്കുന്നു. നമ്മളെല്ലാവരും സ്വയം നമ്മളുടെ ആരോഗ്യത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ
പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ തിരിച്ചറിയുക. നിങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ഒരു അലർജി ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻടോളറൻസ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണ രീതി കഴിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണോ എന്ന് തിരിച്ചറിയുകയും ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആവുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ സ്വയം ഇതിനെ ഒരു ജനറലൈസ് ചെയ്യാണ്ട് അവനവൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ട് സ്വയം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഭക്ഷണം 3 നേരം ആഹാരം കഴിക്കാണ്ട് ഒരാൾക്ക് ഇപ്പോൾ നിൽക്കാൻ പറ്റില്ല. ആ രീതിയിൽ ഇത്രയും ഭക്ഷണമൊക്കെ കഴിച്ച ഒരാൾ ഭക്ഷണത്തിന് കഴിച്ചതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് സ്വയം തിരിച്ചറിയുന്നത് നല്ലതാണ്. അതൊരു ഞാൻ അവിടെയൊക്കെ പോകുമ്പോൾ അവരതിനൊക്കെ വളരെ കെയർഫുള്ളാണ്. അവർ അതിൻ്റെ ഒരു ഹെൽത്ത് കാർഡൊക്കെ ആയിട്ടായിരിക്കും വരും. എന്തെങ്കിലും ഒരു അലർജി ഉണ്ടെങ്കിൽ ഒരു ഷെഫ് ഒരു റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഒരു മെനുവിൽ കമ്പൽസറി ആയിട്ട് എഴുതും, നിങ്ങൾക്ക് അലർജി ഉണ്ടോ, അല്ലെങ്കിൽ സിവിയർ അലർജി ആണോ, അല്ലെങ്കിൽ ഈ ഒരു ഡിഷിനകത്ത് മെനുവിൽ 8 ഡിഫറെൻ്റ് ആയിട്ടുള്ള അലർജി സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്ന അതെല്ലാം ഓരോ ഡിഷിലുണ്ടാവും. ഇപ്പോൾ ഒരു ചിക്കൻ കറി ആണെങ്കിൽ അതിനകത്ത് നട്ട് അലർജി ഉള്ള ഡിഷാണെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് എഴുതും. അല്ലെങ്കിൽ അതിനകത്തൊരു ഫിഷ് കറിയാണ്, ഇപ്പോൾ ഷെൽ ഫിഷ് ഉള്ളതാണ്, അല്ലെങ്കിൽ ക്രുസ്റ്റൻസ് ഉള്ളതാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷെല്ലിനകത്തുള്ള തന്നെ സീ ഫുഡിൽ തന്നെ ഈ ചെമ്മീൻ, ലോബ്സ്റ്റർ എന്നൊക്കെ പറഞ്ഞത് വേറെ തരവും, ഈ ഓയിസ്റ്റർ അല്ലെങ്കിൽ ചിപ്പിക്കക്ക, കക്ക, അല്ലെങ്കിൽ ഈ മുരി ഇറച്ചി എന്ന് പറഞ്ഞ സ്കാലപ്സ് എന്ന് പറഞ്ഞാൽ അതിന് വേറെ തരം അലർജിയാണ്. അപ്പോൾ ഓരോ ഭക്ഷണത്തിന് ഒരു സെപ്പറേറ്റ് ആയിട്ട് എഴുതി കാണിക്കുകയാണ്. മെനു ഓർഡർ ചെയ്യുന്നതിന് പോലും നിങ്ങളിത് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതൊക്കെ മറ്റ് രാജ്യങ്ങളുള്ളവർ പണ്ടേ ശീലിക്കുന്നതുകൊണ്ട് അവരൊക്കെ വളരെ ബെറ്ററായിട്ട് വരികയും നമ്മളിതൊന്നും അറിയാണ്ടത് പോവുകയാണ്. അപ്പോൾ ആ രീതിയിൽ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, പ്ലീസ് നമ്മൾ സ്വയം തിരിച്ചറിയുക, നമുക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ പാടുള്ളതും പാടില്ലാത്തതെന്ന് അറിയുന്നത് ഏറ്റവും നല്ല ഒരു കാര്യം. താങ്ക് യു ഷെഫ്, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? കൈവയ്ക്കുക, ആ പേര് പറയൂ. അരുൺ. നമ്മുടെ ഈ കേരളത്തിലെ ഈ പഞ്ചസാരയുടെ ഉപയോഗം അധികമാണല്ലോ. അപ്പം അതോടൊപ്പം ഈ നമ്മുടെ കേരളത്തിൽ കാണുന്ന കുട്ടികൾക്കെല്ലാം കൊച്ചിലെ തന്നെ ഈ സെർലാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പം അത് കണക്ക് ഈ ആരോഗ്യപരമായ ഒരു ഭക്ഷണശൈലി വെച്ചാൽ ഈ പഞ്ചസാര ഒഴിവാക്കിക്കൊണ്ട് ഈ സെർലാക്ക് പോലുള്ള ബൂസ്റ്റ് അങ്ങനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്ക് ആരോഗ്യമായ ഒരു ഭക്ഷണശൈലി പറയാൻ പറ്റുമോ? അത് ഒരു നമുക്കൊരു സയൻറ്റിഫിക്കലോ അല്ലെങ്കിൽ ഒരു ആധികാരികമായിട്ടൊരു ഷെഫ് എന്ന നിലയിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു പറയാൻ പറ്റില്ല. നമുക്ക് പിന്നെ ഈ ഒരു നാട്ടിൽ ശീലിച്ചു വന്ന നമ്മൾ പഴയ കാലത്തെ ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന ഏത്തപ്പഴം ഉണക്കി പൊടിച്ച് അല്ലെങ്കിൽ അത് പാലിൽ കുറുക്കി കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ഒരു ഗർഭിണിക്ക് എന്തായിരുന്നു ഇവിടെ ഒരു ഗർഭകാലത്തിൽ എന്തൊക്കെ ഭക്ഷണമായിരുന്നു, ഇഞ്ചിക്കറി, നേരത്തെ പറഞ്ഞ ഇഞ്ചിക്കറി ഉണ്ടാക്കിയവർ മാറ്റി വയ്ക്കും. അങ്ങനെ പലതരം ഇലവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കയ്യൂന്നി പോലുള്ള പല സാധനങ്ങൾ, അതൊക്കെ ഒരു പ്രൂവണായിരുന്നു. ആ ഒരു സമയത്തുള്ളവരുടെ ആരോഗ്യ നിലവാരം നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങളൊക്കെ കുറയുന്ന ഒരു സമയത്താണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഷുഗർ അത്രമാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒബേസിറ്റി എന്ന് പറയുന്ന കുട്ടികളിലൊക്കെ ഒരുപാട് അമിത വണ്ണം വരുന്നത് ഭക്ഷണത്തിൻ്റെ രീതിയിലാണോ എന്നൊക്കെ ഉള്ളത് വെച്ച് മറ്റ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിനൊരു ജനറലൈസ് ചെയ്ത് ഇത്രയും വലിയൊരു സമൂഹത്തിൽ ഇപ്പം എല്ലാം ടെക്നോളജിയും അവൈലബിൾ ആയിട്ടുള്ളൊരു സമയത്ത് കുറച്ചുകൂടെ അതൊരു അവയർനെസ് ഒരു സർക്കാർ തലത്തിൽ നിന്ന് വരികയും അതൊരു ബോധവൽക്കരണം. ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു ഉദാഹരണം പറയുന്നത് മറ്റ് രാജ്യങ്ങളൊക്കെ നിന്നുകൊണ്ടാണ്. അവിടെ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മുമ്പിൽ ഏറ്റവും ആദ്യം തന്നെ വരുന്നത് ഈ 5A ഡേ എന്നാണ്. 5A ഡേ എന്ന് പറയുന്നത് ഒരു പച്ചക്കറി അല്ലെങ്കിൽ പഴവർഗ്ഗം നിങ്ങളുടെ ഒരു നിത്യജീവിതത്തിൽ 5 യൂണിറ്റ് കഴിക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് 5A ഡേ എന്നൊരു ക്യാമ്പയിൻ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ സ്കൂളിലും ഉണ്ട്. ആ കുട്ടിക്ക് 5 യൂണിറ്റ് ഒന്നുകിൽ ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിളോ ചേർന്ന എല്ലാ മീലിലും അവരുടെ ഒരു സ്കൂളിലെ മീലിൽ വരെ ഉണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ കുട്ടികളിലാണല്ലോ നമ്മളിത് വളർത്തിയെടുത്താൽ അവർ ആരോഗ്യമുള്ള നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്റ്റാമിനയോടുകൂടി അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ആ ഒരു ജനറേഷനെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു സർക്കാർ തലത്തിൽ സാമൂഹ്യപരമായിട്ട് എല്ലാവരോടും ചേർന്ന് തീരുമാനിച്ച് എന്തൊക്കെയാണ് നമ്മളുടെ ജീവിതശൈലിയിൽ ഇവിടെ ജനിച്ചു വളരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഈ ഒരു അന്തരീക്ഷത്തിൽ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വളരെ ഇതിൻ്റെ എക്സ്പെർട്ടൊക്കെ ആയിട്ട് യോജിച്ച് ചെയ്താൽ ഒരു വരുന്ന തലമുറയിൽ നമുക്ക് അവരുടെ ഒരു ശാരീരിക ക്ഷമത കൊണ്ടായിരിക്കുമല്ലോ സ്പോർട്സിലും മറ്റ് കാര്യത്തിലൊക്കെ മുന്നേറാൻ പറ്റും. അപ്പോൾ വീണ്ടും ഒളിമ്പിക്സിലോ അല്ലെങ്കിൽ ഒരു മറ്റ് ഇതേപോലുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വരുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതൽ സ്റ്റാമിനയൊക്കെ നേടുന്ന മലയാളി അത്ലറ്റ്സും അല്ലെങ്കിൽ വളരെ ആരോഗ്യമായ ഒരു ജനതയെ വാർത്തെടുക്കാൻ ഇതൊക്കെ വളരെ ഇതാണ്. അത് എല്ലാവരും ചേർന്ന് ചെയ്യേണ്ട ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഈ ക്രൗഡിൽ നിന്ന് ഇങ്ങനെ ചോദ്യം വരുമ്പോൾ നമ്മുടെ ആളുകൾ അവയർനെസ് ആഗ്രഹിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഭക്ഷണത്തെക്കുറിച്ചുള്ള അവയർനെസ് ആഗ്രഹിക്കുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളൊക്കെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരാണ്. ഞാൻ ആ കൂടെയും കൂടി ഈ കൂടെയും കൂടി. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഹലോ, അപ്പൊ നമ്മുടെ സാർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് അതൊരു ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിന്റെ പേരെന്തുവായിരുന്നു? സഫാൻ. നീ അല്ലേ ആദ്യം ചോദ്യം ചോദിച്ചേ? ഒരു പാട്ട് പാടിയ ആളല്ലേ? സാറേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എല്ലാവർക്കും ഉള്ള ഒരു സംശയം. നമ്മൾ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഭയങ്കര ഭ്രമമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ
ഇപ്പോൾ സ്ട്രീറ്റ് ഫുഡ് ആയാലും ഏത് തരത്തിലുള്ള ഭക്ഷണമായാലും നമുക്ക് ഉതകുന്നതാണോ എന്ന് അറിയാതെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മരണത്തിന് വരെ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ നേരത്തെ മെഡിറ്ററേനിയൻ ഡയറ്റും കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് സാറിന് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? ചാടി കയറി നമ്മളൊരു ഭക്ഷണം എടുക്കുന്നതിന് മുമ്പ് ഏത് തരത്തിലായിരിക്കണം എന്നുള്ളത്, ഡയറ്റ് എന്നല്ല, പൊതുവെ പുറത്തുനിന്ന്. അങ്ങനെ അപകടകരമായിട്ടുള്ളത് വളരെ കുറച്ച് ആളുകൾക്കാണ് ഈ ഭക്ഷണം കഴിച്ച് ഇപ്പം മരണപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഫുഡ് അലർജി, ഈ പറഞ്ഞ സിവിയർ അലർജി ആയിട്ടുള്ള ഒരാളൊരു ഭക്ഷണം കഴിച്ചാൽ ജീവൻ വരെ പോയ ഒരുപാട് സംഭവങ്ങളുണ്ട് ലോകത്തൊക്കെ. ഈവൻ വാൽനട്ട് കഴിച്ചാൽ നട്ട് അലർജി ഉള്ള ഒരാൾ, അപ്പോൾ അതിനൊക്കെ ആ ഒരു സിവിയർ അലർജി ഉള്ളവരുടെ എടുക്കുന്ന ഈവൻ ഒരു കിച്ചണിൽ അങ്ങനെ ഒരു സിവിയർ അലർജി ഉള്ള ഒരാൾ വന്നാൽ നമ്മളവിടെ ഒരു കട്ടിംഗ് ബോർഡ് പോലും മാറ്റണം, അല്ലെങ്കിൽ ഒരു ക്രോസ് കണ്ടാമിനേറ്റഡ് ആവുന്ന ഒരു നൈഫ് പോലും അതേ ആ കിച്ചണിൽ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഡയറി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്ലൂട്ടൻ സിവിയറായിട്ട് അലർജി ഉള്ള തവിട് കലർന്ന ഭക്ഷണത്തിന് അലർജി ഉള്ളവരൊക്കെ മരിച്ച സംഭവങ്ങളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഏറ്റവും ആദ്യം ഞാൻ ഈ പറയുന്നതാണ്, നമ്മളുടെ ഒരു ബേസിക്കായിട്ട് 8 അലർജി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അത് തിരിച്ചറിയുന്നത് നമുക്ക് സിവിയർ അല്ല, മൈൽഡ് ആണെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. കുറച്ച് പെട്ടെന്ന് കണ്ടില്ലേ ചെമ്മീനൊക്കെ കഴിച്ചിട്ട് പലർക്ക് പെട്ടെന്ന് പൊങ്ങി ബോഡിയിലൊക്കെ പല വീക്കങ്ങളൊക്കെ ഉണ്ടാവുകയും അത് പെട്ടെന്ന് ഒരു മെഡിസിൻ കഴിച്ചാൽ തന്നെ മാറും. പക്ഷേ സിവിയർ അലർജി ആയിട്ടുള്ളൊരു മനുഷ്യൻ നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടായേക്കാം, ആർക്ക് വേണമെങ്കിലും. അത് എന്താണ് നമ്മൾ തിരിച്ചറിയാണ്ട് ഒരു 1 ടൈം ട്രൈ ചെയ്താൽ, പ്രത്യേകിച്ച് ഷെൽഫിഷ് ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ നട്ടിലാണ് ഏറ്റവും സീരിയസ് ആയിട്ട് മരണമൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതൊരു രീതിയിൽ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ചിലർ ആദ്യമായിട്ട് ഞണ്ട് കഴിച്ച് പെട്ടെന്നൊക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ബോധം കെട്ട് വീണവരുണ്ട്. അപ്പം ഞണ്ട് നമ്മൾ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത്, നമുക്ക് ഇത്രയും സുലഭമായിട്ട് മത്സ്യ സമ്പത്തുള്ളൊരു നാട്ടിൽ കഴിച്ച് വരുമ്പോൾ തന്നെ ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ ഒരു നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ രാജ്യങ്ങളിൽ പോയി പുതിയൊരു പ്രൊഡക്റ്റൊക്കെ കഴിക്കുമ്പം ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഷെൽഫിഷ് ഓയിസ്റ്ററൊക്കെ കേരളത്തിൽ കുക്ക് ചെയ്ത് കഴിച്ച ആൾക്കാർ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അത് പച്ചയ്ക്ക് കഴിക്കാനുള്ളവർ വരും. ഇപ്പോൾ ജാപ്പാനീസ് കുസിലൊക്കെ പോയി കഴിഞ്ഞാൽ റോ ആയിട്ടുള്ള ഫിഷ് കഴിക്കും. നമ്മളൊരു കുക്ക് ചെയ്ത് ഓവർ കുക്ക് ചെയ്ത് കഴിച്ച് ശീലിച്ച ഒരാൾ പച്ച മത്സ്യം കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്തൊക്കെയാണ്? അപ്പം അത് സ്വയം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ബേസിക്കായിട്ട് ജനറലി കുക്ക് ചെയ്ത ഫുഡ് കഴിച്ചവരും, ഇന്ത്യൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പാകം ചെയ്തൊരു ഭക്ഷണമാണ്. നമുക്ക് റോ ഫുഡ് വളരെ കുറവാണ്. ആ ഒരു രീതിയിൽ നിങ്ങളൊരു 10-20 വർഷം ഒരുപാട് കുക്ക് ചെയ്ത് നല്ല മസാലകൾ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി അല്ലെങ്കിൽ മഞ്ഞൾ പോലെയൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ കലർന്ന ആഹാരം കഴിച്ചിട്ട് മറ്റൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഇതൊന്നും കഴിക്കാത്ത ഒരാൾ പെട്ടെന്ന് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സ്വയം തിരിച്ചറിയുക. നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വലിൻ്റെ ചുമതലയാണ്. ഇതൊരു സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സിൻ്റെയോ സർക്കാരിൻ്റെയോ ഒന്നല്ല. നമ്മളുടെ ബോഡിയെ സംരക്ഷിക്കുക, നമുക്ക് ഏറ്റവും നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കുക. നിങ്ങൾ എവിടെ പോയി കഴിക്കാൻ പോയാലും മാക്സിമം നിങ്ങളുടെ ഒരു ലൈഫിൽ ഒരു ദിവസം 3 ആഹാരം അല്ലെങ്കിൽ ഒരാഴ്ച 21 മീല് കഴിക്കേണ്ട ഒരാളാണ്. ആ 21 മീലിൽ ഏറ്റവും മികച്ച ഒരു 15 മീലെങ്കിലും നിങ്ങൾ ഒരാഴ്ച കഴിച്ചിരിക്കണമെന്നാണ് എല്ലാവരും ഇപ്പോൾ പറയുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ പണം സമ്പാദിക്കാനോ അല്ലെങ്കിൽ പണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ അനാരോഗ്യകരമായ ഭക്ഷണം നമ്മൾ കഴിക്കുക, അതൊക്കെ ഒഴിവാക്കി ഒരാഴ്ച കഴിക്കുന്ന 21 മീലിൽ ഒരു 15-17 എങ്കിലും ഏറ്റവും മികച്ചതായിരിക്കണം എന്നാണ് ഇപ്പം ആളുകൾ പറയുന്നത്. ആ ഒരു രീതിയിൽ നമ്മളതിനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. താങ്ക് യു ഷെഫേ. എനിക്ക് ഈ ഷെൽഫിഷ് അലർജിയാണ്. ആണോ? ഞാൻ ഒരിക്കലൊരു ഷോ ചെയ്തിട്ട് ഞാൻ ഞണ്ട് കഴിച്ചിട്ട് ഒരു 15 മിനിറ്റിൽ ഞാൻ തലയിറങ്ങി വീണു. ഷെഫ് പറഞ്ഞപ്പോൾ ഞാനത് ഓർക്കുമായിരുന്നു. ശരിക്കും അത് ഭയങ്കര ഇൻഫർമേഷനാണ് ഷെഫ്. നമ്മുടെ അലർജി ഉള്ളവരെ അത് 8 തരം അലർജി ഉണ്ടല്ലേ? അത് ഏതൊക്കെയാണ്? ആ ഡയറി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നട്ട്സിനകത്ത് തന്നെ കാഷ്നട്ട്, പീനട്ട് സെപ്പറേറ്റ് ആണ്. ചിലർക്കൊക്കെ പീനട്ടിൻ്റെ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ട്രേസ് ഓഫ് നട്ട്സ് എന്നൊക്കെ പറഞ്ഞ് അവർ യൂറോപ്പിലൊരു ഫുഡ് വിൽക്കുവാണെങ്കിൽ അതിനകത്ത് ആ ഫാക്ടറിയിൽ ഏതെങ്കിലും രീതിയിൽ നട്ടുണ്ടെങ്കിൽ പോലും അത് രേഖപ്പെടുത്തണമെന്നാണ് പറയുക. അതുപോലെ പാലുൽപ്പന്നങ്ങൾ, ഡയറി പ്രൊഡക്ട്സ്, ഷെൽഫിഷ്, പിന്നെ ക്രൂസ്റ്റൻസ്, അങ്ങനെ ഈ പറഞ്ഞ പോലെ 8 എണ്ണത്തിന് തന്നെ ഷെൽഫിഷ്, ചെമ്മീൻ, ലോബ്സ്റ്റർ എന്ന് പറഞ്ഞതും, അതുകൂടാതെ കക്ക അല്ലെങ്കിൽ ചിപ്പിക്കക്ക എന്ന് പറഞ്ഞ ആ ഒരു ടൈപ്പ് വേറെയാണ്. അങ്ങനെ സീ ഫുഡിൻ്റെ ഉണ്ട്. എഗ് അലർജി ആയിട്ടുള്ള പലരുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള 8 കോമൺ ആയിട്ടുള്ള അലർജി നമുക്കത് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കേരളത്തിലുള്ള പൊതുവേ ഉള്ളത് ഗ്ലൂട്ടൻ, അങ്ങനെ അതുപോലെ ഡയറി പ്രൊഡക്ട്സ്. പക്ഷേ അതിനകത്ത് അലർജിയും ഇൻടോളറൻസും രണ്ടാണ്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മലയാളികൾക്കൊക്കെ എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് ഈ പാല് കഴിച്ചിട്ടുള്ള പ്രശ്നമുള്ള ഒരാൾക്കാരാണ്. അപ്പോൾ ഇൻടോളറൻസ് ഉണ്ടോ എന്ന് തിരിച്ചറിയുക നിങ്ങൾ. അങ്ങനെ ഉണ്ടെങ്കിൽ പാലുൽപ്പന്നങ്ങൾ മാറ്റുന്നതിനാൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഭയങ്കര ലൈഫ് ഉണ്ടാവും. താങ്ക് യു ഷെഫ്. താങ്ക് യു. ഒരു ചോദ്യം കൂടെ. പേര് പറ. പേര് നൗഷാദ്. ഇവിടെ ഉണ്ട്. നൗഷാദ് എത്ര ചോദ്യം ചോദിച്ചു? ഭക്ഷണ പ്രിയനാണ് സാറേ. വൈകുന്നേരം വീട്ടിലേക്ക് വരാം. അതായത് നമ്മൾ
ഭക്ഷണം ധാരാളം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, ഭക്ഷണം കഴിക്കാറുമുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളത് നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മുടെ കണ്ണിൽ ആ ഭക്ഷണം സെർവ് ചെയ്യുമ്പോൾ പ്രസൻറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള ഒരു കാഴ്ച, പിന്നെ അതിൻ്റെ സ്മെല്ല്, പിന്നെ നമ്മൾ രുചിച്ച് നോക്കുന്നത് എല്ലാം കൂടെ ചേർന്ന് ഭക്ഷണം കൂടുതൽ നേരം ചവച്ചരച്ച് കഴിക്കുന്നതിൻ്റെ പ്രയോജനങ്ങളെ പറ്റി സാറിൻ്റെ ഒരു അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഭക്ഷണം എന്നൊക്കെ പറയുന്നത് നമ്മൾ ആദ്യം ഒരു കാഴ്ചയിൽ എന്തുകൊണ്ടാണ് ഭക്ഷണം മനോഹരമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ ഗാർണിഷ് ചെയ്ത് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ ആ കണ്ണിലൂടെ കാണുമ്പോൾ തന്നെ ഒരു വൗ ഫീല് കിട്ടിയാൽ തന്നെ ഒരു ഭക്ഷണത്തിനോട് നമുക്ക് ഒരു പ്രിയം തോന്നുകയും പിന്നീട് നമ്മളൊരു സ്പൂണിലെടുത്ത് നമ്മുടെ മൂക്കിൻ്റെ മുമ്പിലെത്തുമ്പോൾ അതിൻ്റെ ആരോമ കിട്ടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മണം അടിക്കുമ്പോൾ തന്നെ ഒരു ഇത് വരും. പിന്നീടാണ് രുചിച്ച് ആ ഒരു രുചി എത്തുക. അപ്പോൾ ആ രീതിയിൽ ചവച്ചരച്ച് കഴിക്കുക എന്നുള്ള പറയുന്നത് തന്നെ നമുക്കറിയാം. ഭക്ഷണം വളരെ വേഗത്തിൽ കഴിക്കുന്നവരുണ്ട്. ഒരു മിനിറ്റ് അതൊരു ജോലി എന്ന നിലയിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് തീർക്കുന്ന പോലെ, ഇന്ന് ലഞ്ച് കഴിക്കണം എന്ന ആഹാരം കഴിക്കുന്ന നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് കൂട്ടിയിട്ട് ആ ഒരു 2 മിനിറ്റുള്ളിൽ കഴിച്ച് തീർക്കത്ത് പോകുന്നവരുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഷെഫ്മാരൊക്കെ നമുക്ക് ടൈമില്ലാതെ നിന്ന് വളരെ വേഗത്തിൽ കഴിക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ വളരെ സ്പീഡ്, പ്രത്യേകിച്ച് ഞാൻ കണ്ടുള്ള കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അല്ലെ ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഒരു 2 മിനിറ്റ്സിലൊക്കെ മീൽ, കാരണം അവർക്ക് ടൈമില്ല, അവർ നിന്നിട്ട് കിച്ചണിൽ നിന്ന് തന്നെ കഴിക്കണം. അപ്പോൾ ഇരുന്ന് സമാധാനമായിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കസേര ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് ഒരു ഹാപ്പി മൊമെൻറ്റ്സിൽ ഫാമിലിയൊക്കെ ആയിട്ട് സന്തോഷിച്ച് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഈ ഒരു പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ളത്. അപ്പം എപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഏറ്റവും നല്ല ഫ്രണ്ട്സുമായിട്ടിരുന്ന് അല്ലെങ്കിൽ നമ്മുടെ കുടുംബമായിട്ട് ഒത്തുചേർന്നിരുന്നിട്ട് ഒരു കുക്ക് ചെയ്യുകയും ഈവൻ പാചകിക്കുമ്പോൾ പോലും ഫാമിലിയിൽ ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ചേർന്നിട്ട് ഒരു ഇൻവോൾവ്മെൻറ്റോട് കൂടി പാകം ചെയ്യുന്ന ഒരു ഭക്ഷണം 4 പേര് ചേർന്ന് ഒരു വർത്തമാനമൊക്കെ പറഞ്ഞ് TV കണ്ട് അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ. അതൊക്കെ മാറ്റിയിട്ട് സംസാരിച്ചൊരു ഫാമിലി ടൈം എന്ന് പറഞ്ഞത് ആ ഒരു മീലിൽ അതിന് നമുക്ക് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ചവച്ചരച്ച് കഴിക്കാമെന്ന് പണ്ടുള്ളവർ പറയുന്നത് തന്നെ ആ ഒരു ടൈം എടുത്ത് ആഹാരം ക്ഷമയോടുകൂടി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ്. നമ്മൾ പല സമയത്തും ചോറൊക്കെ വിഴുങ്ങുകയാണ് ചെയ്യുക. ആദ്യത്തെ ഒരു ബൈറ്റ് വിശന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 2 ബൈറ്റ് എടുത്തിട്ട് വിഴുങ്ങി അതിനെ ഒരു വയറിൽ ആ ഒരു അഗ്നിയെ വേഗത്തിൽ അതിനെ ഫില്ല് ചെയ്യിക്കാൻ വേണ്ടി വിഴുങ്ങുകയാണ് ചെയ്യുക. ഇപ്പോൾ ചവച്ചരച്ച് കഴിച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഗുണങ്ങളുണ്ട് എന്നുള്ളത് പഴയ കാലം പോലെ ഒരു അറിയാവുന്ന കാര്യമാണ്. കേട്ടോ, കൈയടിച്ചില്ലല്ലോ എല്ലാവർക്കും. എനിക്ക് തോന്നുന്ന ഷെഫ് എല്ലാവരും ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു വല്ലാത്ത മോഡൽ. കൊതി വന്നുണ്ടോ? കൊതി ഉള്ളവരൊന്ന് കൈ നോക്കി. കൊതി വരുന്നവര് കുറച്ചുകൂടെ കൊതി വരെ കുറച്ചുകൂടെ കൈ നോക്കി. നമ്മുടെ ഡിഷ് റെഡിയാണ്. നമുക്കത് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി വരും. അദ്ദേഹം എത്തിയോ? ഓക്കെ, മന്ത്രി ഓൺ ദ വേ ആണ്, മുകളിലെത്തിയിട്ടുണ്ട്. അതെ, നമുക്ക് നിങ്ങൾക്കിനി ചോദ്യമൊന്നുമില്ലല്ലോ. ലാസ്റ്റ് ഇനി എന്നറിയോ, ഇത് നിങ്ങൾക്ക് നല്ല ടേസ്റ്റോട് കൂടി ഇതിൻ്റെ പാകം തെറ്റിയ പണിയോ. അപ്പോൾ അതുകൊണ്ട് കണ്ടമാനം ചോദ്യം ഇനി ചോദിക്കില്ല, കാരണം നമുക്കിനി സമയമില്ല. അല്ലല്ല, ഓക്കെ, മൈക്കൊന്ന് കൊടുക്കോ. ഒരു സെക്കൻഡ്, അദ്ദേഹത്തിന് ചേട്ടൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഈ അനിൽകുമാറിന് ജസ്റ്റ് മൈക്ക് കൊടുക്കാവോ ആരെങ്കിലും? മൈക്ക് പോയോ? മൈക്ക് പോയ ലക്ഷണം വരുന്നുണ്ട്. കൊടുക്കു, ചോദ്യമൊന്നും അല്ലല്ലോ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എന്തോ അല്ല, അനിൽകുമാറിന് മൈക്ക് കൊടുക്കാം. അദ്ദേഹം ആദ്യം കൈ വയ്ക്കും. സെൽഫിയുടെ നീ പിന്നെന്നാ സാറിൻ്റെ അടുത്ത റിക്വസ്റ്റ് ഉണ്ട്. പറയൂ സാറിൻ്റെ ഏതൊരു പോസ്റ്റിലാണെങ്കിലും ഒരു ഇൻസ്റ്റയിലാണെങ്കിലും റീൽസിലാണെങ്കിലും കാണുന്ന സാറിൻ്റെ ഒരു സിഗ്നേച്ചർ ക്യാപ്ഷൻ ഉണ്ട്. നമസ്കാരം സുഹൃത്തുക്കളെ, സ്നേഹം വാരി വാരി വിതറട്ടെ. സാർ അത് ആ ഒരു ക്യാപ്ഷൻ സാർ നമുക്ക് ഇവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഒന്ന് കേൾക്കാനായിട്ടൊരു ആഗ്രഹമുണ്ട്. അത് ഞാൻ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ഇരുന്ന് വെറുതെ നമ്മൾ എല്ലാവരും ഇരുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്ത സമയത്തുണ്ടായ ഒരു ക്യാപ്ഷനാണ്. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതി അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് കരുതിയിട്ടാണ് ഈ നമസ്കാരം കൂട്ടുകാരെ എന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അറിയുന്ന ഒരാൾ ഒരു റെസിപ്പി പറഞ്ഞു തന്നാലുണ്ടാകുന്ന ഒരു കൗതുകം തോന്നിയിട്ടാണ് അത് കൂടുതലായത്. പിന്നീട് ഏറ്റവും ലാസ്റ്റ് അത് ഫിനിഷ് ചെയ്തത് ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതറു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു എല്ലാവർക്കും നമുക്ക് ആകെ കൂടി ഈ ലൈഫിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പണം കൊടുത്തോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും കൊടുത്തൊന്നും ആരെയും ഹാപ്പി ആകില്ല. ഏറ്റവും മിനിമം നിങ്ങൾക്ക് ഒരാളോട് ചെയ്യാൻ പറ്റിയ അയാളെ ഒരു പുഞ്ചിരി നിങ്ങളിലൂടെ ഏതെങ്കിലും ഒരു വാക്കിലൂടെ നോക്കിലൂടെയോ മറ്റൊരാൾക്കൊരു സ്മൈല് കൊടുക്കാൻ പറ്റിയാൽ തന്നെ ഏറ്റവും വലിയൊരു ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു ടൈമിലൂടെയാണ് നമ്മൾ കിടന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊരു റെസിപ്പി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ചെയ്തപ്പം ഒരു എൻഡ് വിത്ത് ലവ് എന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു സംഭവമാണ് കേട്ടോ. താങ്ക് യു. ഡയലോഗ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ.
നമസ്കാരം കൂട്ടുകാരെ എന്നാണ് പറയുന്നത്. നമസ്കാരം കൂട്ടുകാരെ. തിരുവനന്തപുരത്തെ ഈ ഒരു വേദിയിൽ നിങ്ങളെയൊക്കെ വന്ന് കാണാനും ഇതുപോലൊരു ഇത്രയും മനോഹരമായ ഭക്ഷണപ്രേമികളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ ഒരു ഫുൾ ടീമുമായിട്ട് ഒന്ന് മീൻ നിർവ്വാണയും നൂൽപ്പറോട്ട ഉണ്ടാക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പോൾ ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതറും. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഷെഫെ. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഭാഗ്യം ഷെഫിനെ അടുത്ത് നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ പറ്റത്. എൻ്റെ വലിയ സ്വപ്നമായിരുന്നു ഷെഫെ നേരിട്ട് കാണുക എന്നുള്ളത്. സന്തോഷം. കാരണം ഞാൻ ഈ കോവിഡ് വന്ന് വളരെ സീരിയസ് ആയിട്ട് കിടന്ന ഒരാളാണ്. ഒന്നാമത് വണ്ണമുള്ള ആൾ രക്ഷപ്പെടേണ്ട വളരെ കുറവാണ്. ഞാൻ കോവിഡ് വന്നപ്പോൾ 180 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. വളരെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു പ്രത്യേക കെയർ എനിക്ക് കിട്ടി. അതുകൊണ്ടാണ് എനിക്ക് മാത്രമല്ല കേട്ടോ, ആ ഹോസ്പിറ്റലിൽ കിടന്ന എല്ലാവർക്കും. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. തീർച്ചയായിട്ടും അതിന് ഗവൺമെൻറ്റിനോടും ഈ സമൂഹത്തോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ വീണ്ടും ഇവിടെ ആ സമയത്ത് ഈ നമസ്കാരം കൂട്ടുകാരെ എന്ന് പറയുമ്പോൾ ആ ഒരു സുഖമുണ്ടല്ലോ അല്ലേ, ആ ഒരു സുഖം ഭയങ്കര. അനിൽകുമാറെ താങ്ക് യു. അതുപോലെ ഷെഫ് പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞു അമ്മമാർ സ്നേഹം ചാലിച്ച ഭക്ഷണം തരണമെന്ന്. ഇപ്പോൾ എനിക്ക് പറയാൻ തോന്നുക നമ്മുടെ ഷെഫും ഈ സ്നേഹം ചാലിച്ച നമുക്ക് തരണമെന്നല്ലേ. കയ്യടി. ആ സ്നേഹം ചാലിച്ചായിട്ട് തോന്നണമെങ്കിൽ ആ സ്നേഹത്തിന് ഡെപ്തിനാണ് നമ്മൾ കയ്യടി കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ മന്ത്രി ഇങ്ങോട്ട് വന്നാൽ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ടേസ്റ്റ് ചെയ്യും. റെഡി? നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലല്ലോ ഇനി? ഞാൻ ഷെഫെ ഇവർക്ക് നമുക്ക് ആദ്യം പാടിയ ഏതെങ്കിലും ഈ ഭക്ഷണ വിശേഷമായിട്ടുള്ള ഒരു പാട്ട് എല്ലാവരോടും കൂടി നമ്മുടെ ഷെഫിന് പാടി കൊടുക്കുമോ? ഒരു താങ്ക്സ് ആയിട്ട് പാട്. ആരാണ് പാടാനുള്ളവർക്ക് പാടാല്ലേ? ഒരു മൈക്ക് ആരെങ്കിലും പാടുന്ന ഒരാൾക്ക് ഒരു മൈക്ക് കൊടുക്കും. നമ്മുടെ ഭക്ഷണത്തെ സംബന്ധിച്ച പാട്ട്. ഏത് പാട്ടാണ് നമ്മൾ പാടണേ? ആ അതെ അതെ, ആ പാട്ട് പാടുമോ? ഒരു മൈക്ക് ഉണ്ടോ? നമ്മുടെ മലയാള സിനിമയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് അത്. എല്ലാവരും മൈക്കില്ല എന്ന് വിചാരിക്കുന്നു പാടാതിരിക്കണ്ട, ഉറക്കെ പാടണം. അത് കുറച്ച് പാടാൻ അറിയാവുന്ന ഒരാളാ മൈക്കൊന്ന് മേടിക്കുമോ? മേടിച്ചോ? ആ ഞങ്ങൾ കൂടെ പാടാം. മേടിക്കോ? പൂനിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ. മച്ചുനനെ നദിയെ വിളിക്കുന്നു. ഏതായാലും സന്തോഷം. ഒരു വലിയ കൈയടി നദിയേക്ക് കൊടുക്കണം. ഭക്ഷണവും നമ്മുടെ ഭക്ഷണ വിശേഷങ്ങളും പാചകവും ഒക്കെ എല്ലാവരും കണ്ടല്ലോ. ഹാപ്പി അല്ലേ? ഇനി ടേസ്റ്റ് ചെയ്താൽ മാത്രം മതിയല്ലോ, വേറെ ഒന്നും ചോദിക്കാനല്ലേ? ഷെഫിൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊന്നും ചോദിക്കില്ല. എന്ത് മനുഷ്യരാണ് ഷെഫിൻ്റെ ഫാമിലിയെ കുറിച്ചൊന്നും പറയും. ഈ വീട്ടിൽ എനിക്ക് അച്ഛൻ, അമ്മ, എൻ്റെ ഭാര്യ, 2 കുട്ടികൾ. ആ 2 കുട്ടി ഞങ്ങളെല്ലാവരും 16 വർഷത്തോളം ഇംഗ്ലണ്ടിലായിരുന്നു. കുട്ടികളൊക്കെ അവിടെയാണ് ജനിച്ചത്. 2017 തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത്. ഇവിടെ ഒരു തിരുവനന്തപുരം നമ്മുടെ റാവിസ്, കോവളത്തും കൊല്ലത്തുമായിട്ട് ജോലി ചെയ്യാൻ വന്നു. ഇപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്നു. അതെ, ഭാര്യയും 2 കുട്ടികളും, അച്ഛൻ, അമ്മ, ഒരു സഹോദരൻ, ഒരു സഹോദരി. ഇതാണ് എൻ്റെ ഒരു ഫാമിലി. അപ്പോൾ ഞങ്ങൾ 16 വർഷമായിട്ട് ഇംഗ്ലണ്ടിലാവുകയും ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുകയും അവിടെ കുട്ടികൾ ജനിക്കുകയും 2017 ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം വരികയും അങ്ങനെ ഇവിടെ വന്നു. 1 വർഷത്തേക്കോ അല്ല 2 വർഷത്തേക്കോ കേരളത്തിൽ വന്ന് ജോലി ചെയ്തിട്ട് തിരിച്ച് UK തന്നെ പോകാമെന്ന് കരുതിയിരുന്നൊരു എനിക്ക് ഇവിടെയുള്ള ആൾക്കാർ ഇത്രമാത്രം സപ്പോർട്ടും നമ്മളെ ഒരു ഷെഫ് എന്ന നിലയിൽ ഭയങ്കരമായിട്ട് അംഗീകാരങ്ങളൊക്കെ തന്നിട്ട് ഇപ്പോൾ 6 വർഷമായിട്ട് ഇവിടെ നിന്നു. 4 വർഷം ജോലി ചെയ്തിട്ട് സ്വന്തമായിട്ടൊരു സ്ഥാപനം 2 വർഷം മുമ്പ് ബാംഗ്ലൂരിൽ റെസ്റ്റോറൻ്റായിട്ട് തുടങ്ങി. ഇപ്പോൾ അത് 2 ഇയേഴ്സ് കൊണ്ട് 30 പേരോളായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. എനിക്കിപ്പം 750ഓളം പേരും 13 റെസ്റ്റോറൻറ്റും പുതിയ ഒരു 20ഓളം റെസ്റ്റോറൻറ്റുകൾ വരുന്ന പ്രൊജക്റ്റായിട്ട് നമ്മളിങ്ങനെ അത്രമാത്രം സപ്പോർട്ടാണ് കേരളത്തിൽ നിന്നുള്ളതും മലയാളികളെന്ന നിലയിലും അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം സ്നേഹിക്കുന്ന ആളെന്ന നിലയിലും. അപ്പോൾ ആ ഒരു 2 ഇയേഴ്സിൽ UK അല്ലെങ്കിൽ യൂറോപ്പിൽ ഫാമിലിയായിട്ട് താമസിച്ച അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഫെസിലിറ്റി ഉള്ള ആൾ ഒരു കേരളത്തിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് നാൾ ജോലി ചെയ്തിട്ട് പോകാമെന്ന് കരുതിയ എന്നെ പിടിച്ചു നിർത്തിയത് ഈ ഒരു ഭക്ഷണപ്രേമികളാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഷെഫിനെ നമ്മളിനി യൂറോപ്പിന് വിടുവോ? ഷെഫെ ഞങ്ങൾ യൂറോപ്പിന് വിടില്ല. താങ്ക് യു. ഞങ്ങൾക്ക് ഇനിയും കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കി തരണം. അപ്പോൾ ഈ ഒരു ഏറ്റവും വലിയ സന്തോഷം. അപ്പം ഞങ്ങളുടെ 2 വർഷമായ ബാംഗ്ലൂർ, ഇന്നലെ അവിടെ ചെന്ന് ഞാൻ അതിനു വേണ്ടിയിട്ടായിരുന്നു പോയത്.
അപ്പോൾ അതിന് കൂടാണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച റെസ്റ്റോറൻറ്റ് ചെയിൻ എന്നുള്ളൊരു അവാർഡ് കിട്ടി. അപ്പോൾ ആ ഒരു അവാർഡ് സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് കൂടാണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇന്ത്യയിലെ ആ ഒരു രീതിയിൽ ഏറ്റവും യങ്ങസ്റ്റ് ഷെഫായിട്ട് നമ്മുടെ ഷെഫ് സിജോ ചന്ദ്രൻ ഇത് കൂടെ ഉണ്ട്. ഇത് ഒരു നമ്മുടെ ഇതൊരു ഇന്ത്യയിലെ വളരെ യങ്ങായിട്ടുള്ളൊരു ഷെഫാണ്. ഇപ്പോൾ നമ്മുടെ കൾണറി ഡയറക്ടറാണ് ഈ ഗ്രൂപ്പിൻ്റെ. കണ്ണൂർ ഒരു ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ട് ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് വലിയ ബിരുദമൊന്നും പഠിക്കാൻ പറ്റാണ്ട് ഇദ്ദേഹം ചെറിയ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച് മികച്ച ഇന്ത്യൻ ഹോട്ടലിലൊക്കെ പോയി. അതിനുശേഷം അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ കൺട്രിയിൽ യൂറോപ്യൻ ക്വിസിൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം പ്ലേറ്റിംഗ് ഒക്കെ എങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം 2 വർഷം മുമ്പ് എന്നോട് ജോയിൻ ചെയ്യും ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ തവണ നമ്മുടെ ഗ്രൂപ്പിന് ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് അവാർഡിനോടൊപ്പം തന്നെ ഷെഫ് സിജോ ചന്ദ്രൻ യങ്ങസ്റ്റ് ഷെഫ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു അവാർഡ് കിട്ടിയാണ്. ഒരു വലിയ കയ്യടി പോലെ ഒരു വാക്ക് അല്ല 2 വാക്ക്. ഒന്നുമില്ല, ദൈവത്തിന് നന്ദി. 2 വാക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഷെഫേ പോലെ ശരിക്കും ഒരു ദ്രോണാചാര്യനും അർജുനനും വന്ന പോലെ അല്ലേ? പാചകകലയിലെ ദ്രോണാചാര്യൻ. എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ, ഒന്നാമത് ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഉറക്കം പോലും വരില്ല. അപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു. നമ്മുടെ മന്ത്രി, പ്രിയങ്കരനായ ധനകാര്യമന്ത്രി ഇവിടെ എത്തി. അദ്ദേഹത്തെ വളരെ ഹാർദവമായി കയ്യടിയോടുകൂടി, ഒരു നല്ല കയ്യടിയോടുകൂടി സ്റ്റേജിൽ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം സാർ. എല്ലാവർക്കും ഏറ്റവും നല്ല ഷെഫിൻ്റെ ഇവരുടെ എല്ലാം 2 പേരെ പറ്റിയും പറഞ്ഞുകൊണ്ട് ഞാൻ കേൾക്കുകയായിരുന്നു. അപ്പം ടേസ്റ്റ് ചെയ്യുന്നതാണ് പ്രധാനം. ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും കൊടുക്കൂലേ? അതെ അതെ, എല്ലാവർക്കും കൊടുക്കാൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും എത്രയും പെട്ടെന്ന് കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാചകം കഴിഞ്ഞു. സാറിന് ഇദ്ദേഹം നമ്മുടെ നിങ്ങൾക്കറിയാം ഞാൻ കൊല്ലംകാരനാണ്, ദേവവും കൊല്ലംകാരനാണ്. ഒരുപാട് തവണ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. ഒത്തിരി തവണ നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ വരികയും ബാലഗോപാൽ സാറിന് അവിടെ കൊല്ലത്ത് എപ്പോൾ വന്നാലും നമ്മുടെ ഹോട്ടലാണ് വന്നുകൊണ്ടിരുന്നത്, റാവിസിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭക്ഷണമൊക്കെ അദ്ദേഹം ഒരു കഴിയും. അപ്പോൾ വീണ്ടും ഈ ഒരു വേദിയിൽ തിരുവനന്തപുരത്ത് വന്നപ്പം ഇദ്ദേഹമാണിത് ടേസ്റ്റ് ചെയ്യാൻ വരുന്ന പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പം സ്വന്തം നാട്ടുകാരനായ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ബാലഗോപാൽ സാറിന് ഈ ഒരു ടേസ്റ്റിംഗ് സെഷൻ ഇല്ലേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. താങ്ക് യു സാറേ. അപ്പം ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു സാറിനെ. എന്തൊക്കെ ഐറ്റങ്ങളായിരുന്നുള്ള? ഫിഷ് നിർവാണി, നൂൽ പൊറോട്ടയും ഫിഷ് നിർവാണയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ. സ്ഥലം ചവറയാണ്. അപ്പോൾ ഈ ചവറയിൽ മൊത്തം കായലാണല്ലോ, ഫിഷിൻ്റെ കാര്യത്തിൽ അതുകൊണ്ടൊരു സ്പെഷ്യാലിറ്റി പ്രത്യേകം ഉള്ളതാണ്. അതെ 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 അതെ. അപ്പം നമുക്ക് തുടങ്ങാം. എല്ലാവരും ഒരു നല്ല കയ്യടിയോടുകൂടി നമ്മുടെ മിനിസ്റ്റർ ആദ്യമേ അത് ടേസ്റ്റ് ചെയ്ത് അത് ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മുടെ ഭക്ഷണ വിശേഷം. എല്ലാവർക്കും കൊടുക്കും സാർ. എല്ലാവരും കണ്ടോണ്ട് നിൽക്കുക, ഒരാൾ കഴിക്കാൻ ചെയ്താൽ പ്രശ്നം തന്നെയാണ്. ധനകാര്യം കൈകാര്യം ചെയ്യുന്ന പോലെ അല്പാൽപ്പം എല്ലാവർക്കും കൊടുക്കാനുള്ള സംവിധാനം. ശരിക്കും ഞങ്ങളുടെ ധനകാര്യമന്ത്രി എന്ന് പറഞ്ഞപ്പോൾ സാർ ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം ഇനി ഭക്ഷണ വിശേഷത്തിന് വേണ്ടി സാർ ഒരു ചെറിയൊരു പോർഷൻ അതുണ്ടല്ലോ. താങ്ക് യു. ചങ്കിടിക്കണ വച്ചാണോ കേൾക്കണേ? സാധാ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നമ്മളുടെ ഒരു കേരളീയത്തിൻ്റെ ഈ ഒരു വേദിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി, കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ സാറിന് ഫിഷ് നിർവാണയും നൂൽ പൊറോട്ടയും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. വളരെ സന്തോഷത്തോടെ നമ്മുടെ ബാലഗോപാലൻ സാർ അത് ടേസ്റ്റ് ചെയ്യാണ്. എല്ലാവരും കൈയടിച്ചേ സാറിന്റെ ആ ഒരു നൂൽ പൊറോട്ടയും ഫിഷ് നിർവാണയും. അതെ, തേങ്ങാപ്പാല. അതെ, തേങ്ങാപ്പാലിൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ നല്ല ഒന്നാന്തരം ടേസ്റ്റാണ്. ഇത് നിങ്ങളുടെ സ്പെഷ്യലുമാണ് നിർമ്മാണം. അതെ, നല്ലതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആലോചിച്ച് കൊടുക്കും. തീർച്ചയായിട്ടും. എല്ലാവരും നല്ലൊരു കയ്യടി നമ്മുടെ ഷെഫിന് കൊടുക്കണം, എല്ലാവരും കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും കൊടുക്കുമല്ലോ സാർ? തീർച്ചയായിട്ടും. ഞാനിത് സാർ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഒരു ഇത്രയും ഈ കുക്കറി ഷോകളിൽ നിങ്ങൾ ഇതിന്റെ റെസിപ്പി പറഞ്ഞു കൊടുക്കുമോ? ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കിട്ടിയോ? ഇതൊക്കെ റെസിപ്പിയാണ് ഏറ്റവും പ്രധാനം. രഹസ്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണായിട്ട് കൊടുത്തത്.
അപ്പോൾ ഒരിക്കൽ കൂടി വലിയൊരു നന്ദി പറയുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹത്തോടെ നമ്മൾ ഈ പറഞ്ഞു, കേരളത്തിൻ്റെ ഒരു മഹോത്സവമായിട്ട് നമ്മളുടെ കേരള പിറവിയോടനുബന്ധിച്ച് കേരള സർക്കാരിൻ്റെ കേരളീയം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഈ ഒരു വർഷം ഇതൊരു ഇവിടെ തിരുവനന്തപുരത്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഒരു ഉത്സവ മേഖലയാണ്. ഇത്രയും വേദികളിൽ വ്യത്യസ്തമായിട്ടുള്ള കലാപരിപാടികൾ, അപ്പോൾ എല്ലാ വേദികളിലും ഇതുപോലുള്ള തിരക്ക്, ആളുകൾ ഒരു ഉത്സവം പോലെ ഈ ഒരു കേരളത്തിൻ്റെ ഒരു മഹോത്സവമായിട്ട് തന്നെയാണ് ഇത് മാറ്റിയത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഓൾറെഡി പല പല പാചക വിദഗ്ധർ വന്നു, പഴയടം തിരുമേനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ നിങ്ങളെ കാണാൻ പറ്റിയതിലും ഈ ഒരു ഡിഷ് നമുക്ക് വളരെ ലിമിറ്റഡായിട്ടാണ് ഇത്രയും ആൾക്കാർക്ക് എങ്ങനെ ഒരു വേദിയിൽ ലൈവ് കുക്കിങ്ങിൽ കൊടുക്കാൻ പറ്റുക എന്നൊക്കെ അറിയാം. എന്നാലും നമുക്ക് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വന്ന് ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി നന്ദി നന്ദി. നമ്മൾ തിരുവനന്തപുരത്ത് നമ്മുടെ റെസ്റ്റോറൻറ്റ് എത്രയും വേഗം വരികയാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6-7 മാസത്തിനുള്ളിൽ തന്നെ നല്ലൊരു ലൊക്കേഷനിൽ നമ്മളുടെ ഒരു റെസ്റ്റോറൻറ്റ് വരികയും ഇതൊക്കെ നേരിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് വന്ന് കഴിക്കാനുള്ളൊരു അവസരം ഉണ്ടാകും. അപ്പോൾ എല്ലാ സ്നേഹങ്ങളും ഉണ്ടാവണം. അപ്പോൾ ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ സ്നേഹങ്ങൾ വാരി വിതറിക്കൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷെഫ്. ഷെഫേ, ഇവരൊരു ചോദ്യം ചോദിച്ചായിരുന്നു, ഒരു റിക്വസ്റ്റ്, ഇവിടെ നിന്നൊരു സെൽഫി എടുക്കണമെന്ന്. തീർച്ചയായിട്ടും ഷെഫിന് ഇപ്പോൾ നമ്മുടെ കേരളീയത്തിൻ്റെ ഉപഹാരം മിനിസ്റ്റർ തരും. അത് കഴിച്ചിട്ട് മനസ്സിലായി. അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും കൂടി മിനിസ്റ്റർ കഴിക്കുന്നതിന് കൂട്ടി ഒരു സെൽഫി എടുത്താലോ? തീർച്ചയായിട്ടും. അപ്പം സെൽഫിക്ക് റെഡിയല്ലേ? കൈ പൊക്കി പിടിക്കല്ലേ, പുറകെ ഇരിക്കണമെന്ന് കാണത്തില്ല. എല്ലാവരും കിട്ടത്തക്ക രീതിയിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഷെഫ് സെൽഫി എടുക്കുകയാണ്. എല്ലാവരും നോക്കിയോണേ. അതെ അതെ അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഷെഫ് അവിടെ വന്ന് നിങ്ങൾ എടുക്കണമെന്ന്. ഷെഫേ ഈ ഫ്രണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഷെഫ് സ്നേഹം വാരി വിതറിയല്ലേ പറഞ്ഞേ. വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം. ഇംഗ്ലണ്ടിലായിരുന്നു കുറേയേറെ കാലം. അതിനുശേഷമാണ് നാട്ടിൽ വന്നിട്ട് ഇവിടെ കൊല്ലത്ത് ട്രാവൽസിൽ ജോയിൻ ചെയ്തു. പിന്നീട് ഇപ്പോൾ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി. കേരളത്തിൻ്റെ ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖല ടൂറിസത്തിൻ്റെ ഭാഗമായ നമ്മുടെ ഫുഡുമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ എല്ലാവരും ഇറങ്ങി ഇങ്ങനെ വരുന്ന ഇത്തരം സ്പേസുകൾ കേരളത്തിൽ ധാരാളം ഉണ്ടാവണം. പുറത്തേക്കും നമ്മുടെ ഏറ്റവും നല്ല ഫുഡ് ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ നാടിൻ്റെ ഈ പ്രത്യേകത ഫുഡിൻ്റെ തന്നെ എത്ര വ്യത്യസ്തമായ ഐറ്റങ്ങളാണ്. അപ്പോൾ ഷെഫിനെ പോലെ ഷെഫ് പിള്ളയെ പോലെ ഇവരൊക്കെ ഈ മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യട്ടെ. ഈ പരിശോധനയും പരിശീലനവും നമ്മുടെ വീട്ടിലും ഇവിടെ കിട്ടിയത് ചെയ്ത് നോക്കാൻ പറ്റണം. നമുക്ക് പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് തന്നെ ഇത് വളരട്ടെ. ഷെഫിനെ പോലുള്ള ആളുകൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് പോട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു വെരി മച്ച്. അപ്പം ഇനി നമുക്കെല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് കൊതി പിടിച്ചിട്ട് നിൽക്കണില്ല. സോ ഐ എം സൈനിങ് ഓഫ്. ദിസ് ഈസ് ബേസിൽ തോമസ് ഫ്രം കൊച്ചിൻ. താങ്ക് യു.
കൂടുതലായിട്ട്